ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ലളിത സഹസ്രനാമത്തിലെ ആ 11-ാം അധ്യായത്തിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ നാമങ്ങൾ, അതായത് മൂലപ്രകൃതി അവ്യക്ത, ശിവപ്രിയ എന്നൊക്കെ തുടങ്ങുന്ന നാമങ്ങൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ നിർത്തിയത് മനോവാചാമ ഗോചര. അപ്പൊ മനസ്സിനും വാക്കിനും മനോവാച അഗോചര. അഗോചരം എന്ന് പറഞ്ഞാൽ കാണാനാകാത്തത്, അല്ലെ? ഇപ്പൊ മനോവാച ഗോചര. ഇനി അടുത്ത നാമങ്ങള് ഇതെല്ലാം എന്താ പറയാ, ദേവിയുടെ ചിച്ഛക്തിയെ കുറിച്ചാണ് പറയുന്നത്. ചിച്ഛക്തി, ചേതനാരൂപ, ജഡശക്തി, ജഡാത്മിക, ഗായത്രി, വ്യാഹൃതി സന്ധ്യ, ദ്വിജ വൃന്ദ നിഷേവിത. അപ്പൊ ചിച്ഛക്തി 416-ാമത്തെ നാമമാണ് ചിച്ഛക്തി എന്നുള്ളത്. ചിത്ത പ്ലസ് ശക്തിയാണ് ചിച്ഛക്തി എന്ന് പറയുന്നത്. ജ്ഞാനത്തിന്റെ ശക്തിയായിട്ടിരിക്കുന്നവൾ. ചിത്ത എന്നുള്ള പദത്തിന് ചൈതന്യം എന്നാണ് അർത്ഥം. അപ്പൊ സർവ പ്രാണികളിലും ചേതനാ രൂപത്തിൽ വർത്തിക്കുന്ന ശക്തി. അപ്പൊ ചിച്ഛക്തി പരമേശ്വരസ്യ വിമല ചൈതന്യമേവോച്യതേ എന്ന് നമ്മൾ എന്താ പറയാ പറയുന്നു. അപ്പൊ ചൈതന്യ സ്വരൂപ ശക്തി. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ പറയുകയാണെങ്കിൽ ചൈതന്യ രൂപം എന്ന് നമുക്ക് പറയാം. അപ്പൊ ചിത്ത എന്നുള്ള വാക്കിന് ജ്ഞാനം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോ ജ്ഞാനശക്തി എന്ന ഈ നാമത്തിന് അർത്ഥം എടുക്കാം. ശരിക്കും പറഞ്ഞാല് ചിത്ത എന്നത് ബ്രഹ്മം എന്ന് അർത്ഥം എടുക്കണം. കാരണം സർവ പ്രപഞ്ച കാരണരൂപവും ശുദ്ധ പ്രകാശ സ്വരൂപമായിരിക്കുന്ന പരാശക്തിയെ ഈ പക്ഷത്തിൽ നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത്. ചിത്തിന്റെ സ്വഭാവമായിരിക്കും പ്രകാശ തത്വം, അല്ലെ? ചിൽ സ്വരൂപിണിയായിരിക്കുന്ന വിദ്യയായിട്ട് ഇരിക്കുന്ന ദേവി എന്ന് നമുക്ക് പറയാം. ചിച്ഛക്തി. ആ ചിച്ഛക്തി എന്താണ്? ചേതനാരൂപ. അമ്മ തന്നെയാണ് ചൈതന്യ സ്വരൂപിണിയായിട്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ ചേതന രൂപമായിട്ടുള്ളവൾ, ചേതനാരൂപ. അപ്പൊ ചൈതന്യ സ്വരൂപിണി. ചേതന എന്നുള്ള പദത്തിന് ജ്ഞാനം എന്ന അർത്ഥമുണ്ട്. മനസ്സിൽ പതിയുന്ന പദാർത്ഥങ്ങളുടെ യഥാർത്ഥ ജ്ഞാനം ഉണ്ടാക്കുന്നതും ബുദ്ധി വിസ്താര രൂപമായിരിക്കുന്ന ഒരു ശക്തി വിശേഷം എന്ന് ചേതന. സൗന്ദര്യ ലഹരിയില് അങ്ങനെയാണ് പറയുന്നത്. ജഡാനാം ചൈതന്യ സ്തബക മകരന്ദ ശ്രുതീഞ്ജലി. ശങ്കരാചാര്യ സ്വാമികൾ അങ്ങനെയാ പറയുന്നത്, അല്ലെ? അപ്പൊ ദേവി ഭാഗവതത്തിലും അങ്ങനെ തന്നെ പറയുന്നു. കാരണം സർവ്വ ചൈതന്യ രൂപാം താം ആദ്യം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. അപ്പൊ ത്രിപാദയായിരിക്കുന്ന ഗായത്രി രൂപത്തില് ആദ്യ വിദ്യയായിരിക്കുന്ന ദേവിയെ ചൈതന്യ സ്വരൂപമായിട്ട് പ്രകീർത്തിക്കുന്നു, സ്തുതിക്കുന്നു. അപ്പോ ചേതനാരൂപ, ജഡശക്തി, ജഡാത്മിക. ജഡശക്തി എന്ന് പറഞ്ഞാൽ ജഡപദാർത്ഥങ്ങളിൽ കാണുന്ന ഗുണങ്ങൾക്ക് ശക്തി ആധാരമായിട്ടിരിക്കുന്നവൾ. അപ്പൊ ഇരുമ്പ്, വെള്ളി, മണ്ണ്, ജലം ഇത്യാദി ഒരുപാട് ജഡപദാർത്ഥങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ഇല്ലേ? അപ്പൊ അതിന് കടുപ്പം, നിറം, അല്ലെ, ഈട് ഇത്യാദി ഗുണങ്ങള് ഈശ്വരനിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അമ്മ തന്നെയാണ് അവയ്ക്കും ആധാരം എന്ന് പറയുന്നു. അപ്പൊ ലോക സൃഷ്ടിക്ക് ഉപയുക്തമാകത്തക്കവണ്ണം പരിണമിച്ച മായയാണ് ജഡശക്തി. അപ്പൊ ഇതിനെ അപരാപ്രകൃതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ മായയോട് ചേർന്ന് ചേതനാ വസ്തുക്കളായിട്ടുണ്ടാകുന്ന ജീവികളിലെ ജീവശക്തിയെ പരാപ്രകൃതി എന്നാണ് പറയുന്നത്. അപ്പോ ഭഗവത്ഗീതയില് ഭഗവാൻ എന്താ പറയുന്നത്? ഭൂമി, രാപോ, അനലോ, വായു, ഖം, മനോ, ബുദ്ധി, രേവച, അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതി അഷ്ടത. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ പറഞ്ഞ പഞ്ചഭൂത നിർമ്മിതമാണ്. ഇതിൽ ഭഗവാൻ വിവരിക്കുന്നത് പരാപ്രകൃതി, അപരാപ്രകൃതി എന്നിവയില് അപരാപ്രകൃതി തന്നെയാണ് ജഡശക്തി. ആ ജഡശക്തി ദേവിയുടെ രൂപം തന്നെയാണ്, ഇല്ലേ? അപരേയം ഇതസ്തന്യാം പ്രകൃതിയും വിദ്ധിമേം പരാം ജീവഭൂത മഹാബാഹോ ഏതം ധ്യാര്യതേ ജഗത്. അപ്പൊ അപരാപ്രകൃതിയായിരിക്കുന്ന ഈ ജഡശക്തി ദേവി തന്നെയാണ് എന്ന് പറയുന്നു. ജഡാത്മിക. അപ്പോ ജഡാത്മിക എന്ന് പറഞ്ഞാല് ജഡപ്രപഞ്ചത്തിൽ നിറഞ്ഞവൾ. പ്രപഞ്ചത്തിലെ എണ്ണമറ്റ ആ വസ്തുക്കൾക്കെല്ലാം തന്നെ, രൂപങ്ങൾക്കെല്ലാം കാരണമായിട്ടിരിക്കുന്നവൾ ജഡാത്മിക. അപ്പോ ദൃശ്യമാത്രമായിരിക്കുന്ന ഈ പ്രപഞ്ചം മായയിൽ നിന്നുണ്ടാകുന്നു. ആ മായ ദേവിയുടെ അപരാപ്രകൃതിയാണ്. ഇപ്പൊ മുൻ നാമത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു നമ്മള് ജഡശക്തി രൂപിണിയായതുകൊണ്ട് ജഡാത്മിക. അടുത്ത നാമം ഏറ്റവും ഉയർന്ന നാമമാണ് ദേവിയുടെ, ഗായത്രി. അപ്പൊ ഗായത്രി എന്ന് പറഞ്ഞാല് ഗായന്തം ത്രായതേ, അല്ലെ? തസ്യ പ്രാണാൻ ത്രായതേ ഇത് ഗായത്രി. ഗായന്തം എന്ന് പറഞ്ഞാൽ ജപിക്കുന്നവരെ, തസ്യ അവന്റെ, പ്രാണാൻ പ്രാണശക്തിയെ, ത്രായതേ രക്ഷിക്കുന്നത്. അപ്പൊ തിരുനാമങ്ങൾ ജപിക്കുന്നവനെ രക്ഷിക്കുന്നവർ. ഗായത്രി മന്ത്ര സ്വരൂപമായിട്ടിരിക്കുന്നവൾ. ഗായത്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രസിദ്ധമായിരിക്കുന്ന ഒരു വൈദിക മന്ത്രമാണ്.
അല്ലെ? ഗായത്രി. ഓം ഭൂർ ഭുവ സ്വ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. സവിതാവിനെ സ്തുതിക്കുന്ന ഈ മന്ത്രത്തിന് സാവിത്രി എന്നും പേരുണ്ട്. അപ്പൊ ഗാനം ചെയ്യുന്നവരെ രക്ഷിക്കുന്നു എന്ന അർത്ഥത്തില് ഗായത്രി എന്ന പേര്. അപ്പൊ ഗായന്തം ത്രായതേ യസ്മാത് ഗായത്രി തേന കഥ്യതേ. ഈ ഉദ്ധരിച്ച മന്ത്രം സൂര്യ ഗായത്രി എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ മറ്റ് ദേവീ ദേവന്മാരെ സ്തുതിക്കുന്ന ഗായത്രി മന്ത്രങ്ങൾ ധാരാളമുണ്ട്. അപ്പൊ ഗായത്രി ബ്രഹ്മപത്നിയാണ്. 4 വേദങ്ങളും ഗായത്രിയിൽ നിന്ന് ഉണ്ടായത് കൊണ്ട് വേദമാതാവെന്ന് പ്രസിദ്ധമാണ്, അല്ലേ? അപ്പോ വേദമാതാ ഗായത്രി എന്ന് തന്നെയാ പറയുന്നത്. അപ്പോ ഈ എന്താ പറയാ, ദേവീ പുരാണത്തിലെ ഗായത്രിയെ വിവരിക്കുന്നുണ്ട്. ഗായത്രി മന്ത്രരൂപമായിട്ടും ദേവീ രൂപമായിട്ടും സ്ഥിതി ചെയ്യുന്ന ലളിതാദേവി ആയതുകൊണ്ട് ഗായത്രി എന്ന് നാമം. അപ്പൊ 4 വേദങ്ങളും പാദങ്ങളിൽ നിന്ന് 6 അക്ഷരം വീതമുള്ള ഒരു ഛന്ദസ്സില് ഗായത്രി എന്ന പേര്. അപ്പൊ ഗായത്രി മന്ത്രത്തിന്റെ അക്ഷരസംഖ്യ കൊണ്ടാകാം ഈ പേരുണ്ടായതെന്ന് പറയണു. ഗായത്രി ഛന്ദസ് ത്രിപാതയായിട്ട് അപൂർവമായെങ്കിലും ദ്വിപാതയായിട്ടും കാണുന്നുണ്ട്. 24 അക്ഷരമുള്ള ഛന്ദസ്സിലാണ് അനേകം പ്രസിദ്ധ മന്ത്രങ്ങൾ വരുന്നത്. അപ്പൊ ഛന്ദസ്സുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഗായത്രിയാണ്. ഗായത്രി ഛന്ദസാമഹം എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഗായത്രി ഛന്ദസ്സായിട്ട് നിലനിൽക്കുന്നവൾ എന്ന് നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം. അപ്പൊ ഗായത്രി വ്യാഹൃതി. വ്യാഹൃതി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ സൂക്ഷ്മ ഊർജത്തിന്റെ ശബ്ദ സ്വരൂപം. വ്യാഹൃതികള് അല്ലെ, അഥവാ ബീജാക്ഷരങ്ങള്. ബീജാക്ഷരങ്ങൾ എന്ന് പറയുന്ന വ്യാഹൃതികളിൽ നിറഞ്ഞവൾ. ഉച്ചാരണ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ, ഇല്ലേ? അകാരം ഉകാരം അകാരം എന്ന അക്ഷരത്തിൽ നിന്ന് ഭൂർ ഭുവ സുവ എന്ന വ്യാകൃതികൾ ഉണ്ടായി. അകാരം ഉകാരം മകാരം എന്നിവയെ പ്രകൃതികളെന്നും ഭൂർ ഭുവ സുവ എന്നതിനെ വികൃതികളെന്നും പറയും. അപ്പൊ പ്രകൃതികളുടെ വികാരങ്ങള് വികൃതികള്, വ്യാകൃതികളുടെ വികൃതി ഗായത്രി. അപ്പൊ ഗായത്രിയുടെ വികൃതികള് വേദങ്ങള്. വേദങ്ങളിൽ നിന്ന് പ്രജാപതി കറന്നെടുത്ത ആ ഒരു സത്താണ് ഭൂർ ഭുവ സുവ എന്ന് പറയുന്ന വ്യാകൃതികളെന്നും പക്ഷമുണ്ട്. ഉച്ചാരണ രൂപമായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ എന്ന് ഈ പക്ഷത്തിൽ നമുക്ക് അതിന് അർത്ഥം എടുക്കാം. ഇപ്പൊ വ്യാകൃതി മന്ത്രവിശേഷങ്ങളുടെ പേരുമാണ്. ഇപ്പൊ സവിതാവിന് കൃഷ്ണിയിൽ ജനിച്ച പുത്രിമാരായിട്ട് ഈ മന്ത്രങ്ങളെ വിവരിച്ച് കാണുന്നുണ്ട്. ആ മന്ത്രങ്ങളുടെ രൂപം ധരിച്ചവൾ എന്ന് മന്ത്രപരമായിരിക്കുന്ന അർത്ഥം. ഇപ്പൊ മന്ത്രരൂപം ഗുരുമുഖത്ത് നിന്ന് അറിയേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ധരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാല് ആ ഒരു വ്യാകൃതി എന്ന് പറഞ്ഞാല് മന്ത്രവിശേഷങ്ങളെ തന്നെയാ പറയുന്നത്. അപ്പോ ഗായത്രി, വ്യാകൃതി, സന്ധ്യ. സന്ധ്യ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങളെ പരസ്പരം ബന്ധിക്കുന്നത്. സന്ധി എന്ന് പറഞ്ഞാല് കൂട്ടിച്ചേർക്കുക, ഇല്ലേ? കൂട്ടിച്ചേർക്കുന്നത് എന്തോ അത്. അപ്പൊ ദിവസത്തിനും നിശയ്ക്കും ഇടയ്ക്കുള്ള കാലം സന്ധ്യ. ഇപ്പൊ 2 യുഗങ്ങൾക്ക് ഇടയ്ക്ക് ഒരു യുഗത്തിന്റെ അവസാനത്തിലും അടുത്ത യുഗത്തിന്റെ ആരംഭത്തിലും ഇടയ്ക്കുള്ള സമയമെന്നും അർത്ഥം എടുക്കണം. അപ്പൊ സന്ധ്യാരൂപിണി എന്ന നാമത്തിനർത്ഥം ആദ്യം പറഞ്ഞ അർത്ഥത്തിൽ അധികം പ്രയോഗം ഉണ്ട്. കാരണം ഈ അർത്ഥത്തില് ആദിത്യന്റെ ആ ഒരു അവിഛിന്ന ചൈതന്യത്തിനും തനിക്കും ജീവാത്മാവിനും തമ്മിലുള്ള അഭേദ ഭാവനയാണ് സന്ധ്യ എന്ന് വ്യാഖ്യാനം എടുക്കാം. സമക് ധ്യായന്ത്യസ്യാം എന്ന് ഉൽപ്പത്തി. കാരണം ശരിക്കും പറഞ്ഞാല് ഈ സന്ധി എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുന്നതെന്ന് നമ്മൾ കണ്ടു, ഇല്ലേ? ആ ഒരു സൂര്യഗതമായിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് സന്ധ്യ. അപ്പൊ ബ്രഹ്മാദികളായിരിക്കുന്ന സകല ഭൂതങ്ങളുടെയും അംശമായ അതിനെ താൻ തന്നെ എന്നോ താൻ അതിന്റെ ദാസൻ എന്നോ ഉള്ള ഭാവന സന്ധ്യ എന്ന് പറയാം നമുക്ക്. അപ്പൊ സന്ധ്യാകാലത്ത് ഉപാസിക്കേണ്ട ദേവതാ രൂപമായിട്ടിരിക്കുന്നവൾ സന്ധ്യ. അപ്പൊ സന്ധ്യ ബ്രഹ്മാവിന്റെ മാനസപുത്രിയാണെന്നും അഭിപ്രായമുണ്ട്. അപ്പോ എന്താ പറയാ, 1 വയസ്സ് പ്രായമുള്ള കന്യക എന്നും സന്ധ്യ എന്ന നാമത്തിന് രൂപം ധരിച്ചവളെന്നും അർത്ഥമുണ്ട്. അപ്പൊ ഏകവർഷ ഭവേത് സന്ധ്യ എന്ന് കന്യാപ്രകരണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിന് ഏതർത്ഥം വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോ സന്ധ്യാരൂപിയായിരിക്കുന്ന ദേവി ദ്വിജവൃന്ദ നിഷേവിത. ദ്വിജന്മാരുടെ കൂട്ടത്താൽ സേവിക്കപ്പെടുന്നവൾ. ദ്വിജൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 തവണ ജനിച്ചവൻ, ഇല്ലേ? അമ്മയിൽ നിന്ന് പുറത്തു വരുന്നത് ആദ്യത്തെ ജനനം, ഗുരുവിൽ നിന്ന് അല്ലെങ്കിൽ ആചാര്യനിൽ നിന്ന് മന്ത്രം സ്വീകരിക്കുന്നത് 2ാമത്തെ ജന്മം. ഈ ക്രിയയ്ക്കാണ് നമ്മൾ ഉപനയനം എന്ന് പറയുന്നത്. ഇവരാണ് ദ്വിജന്മാർ അല്ലെങ്കിൽ വിപ്രന്മാർ. വൃന്ദം എന്ന് പറഞ്ഞ കൂട്ടൻ.
കൂട്ടം. നിഷേവിത എന്ന് പറഞ്ഞാൽ സേവിക്കപ്പെടുന്നവൾ. അപ്പൊ ദ്വിജവൃന്ദങ്ങളാൽ സേവിക്കപ്പെടുന്നവൾ. ദ്വിജവൃന്ദം എന്ന പദം വ്യവഹാരിക ഭാഷയിലെ ബ്രാഹ്മണരെ തന്നെയാണ് കുറിക്കുന്നത്. ക്ഷത്രിയന്മാരെയും വൈശ്യന്മാരെയും ഉപനയന കർമ്മം ഉള്ളവരായതുകൊണ്ട് ദ്വിജന്മാരെന്ന് വിളിക്കാറുണ്ട്. ഇവിടെ വേദാധ്യയനം ചെയ്ത ബ്രാഹ്മണരെ മുഖ്യമായിട്ടും പറയുന്നത് ദ്വിജൻ എന്നാണ്. അപ്പൊ ദ്വിജ ശബ്ദത്തിന് പക്ഷി എന്ന അർത്ഥമുണ്ട്. പക്ഷിവൃന്ദത്താൽ സേവിക്കപ്പെടുന്നവൾ എന്ന പദാർത്ഥം അല്ലെ. സന്ധ്യാകാലത്ത് പറന്ന് തളർന്ന പക്ഷികള് ചിറകൊതുക്കി കൂടുകളില് ലയിക്കുന്നത് പോലെ അല്ലെ, വന്ന് അണയുന്നത് പോലെ എല്ലാ ജീവികളും ജീവിത അന്ത്യത്തില് ദേവിയിലാണ് ലയിക്കുന്നതെന്ന് വ്യാഖ്യാനം. അപ്പോ എന്താ പറയാ, ഈ ദ്വിജന്മാരാൽ സേവിക്കപ്പെട്ടവളാണ് ദേവി. അപ്പൊ ആ ദേവി ആരാണ്? തത്വാസന. അപ്പൊ തത്വങ്ങള് ആസനമായിട്ടിരിക്കും. ഇനിയുള്ള നാമങ്ങളെല്ലാം ഒരുമിച്ച് വരുന്നതാണ്. തത്വാസന, തത്വമയി, പഞ്ചകോശാന്തരസ്ഥിത, നിസീമ മഹിമ, നിത്യ യൗവന, മതശാലിനി. അപ്പം തത്വാസന, തത്വം പ്ലസ് ആസൻ. തത്വജ്ഞാനത്തെ ഇരിപ്പിടമാക്കിയവൾ. അപ്പൊ തത്വങ്ങൾ ആസനമായിട്ടുള്ളവൾ, തത്വങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ. തത്വം എന്ന പദത്തിന് നമ്മൾ അത് നീയാകുന്നു എന്നർത്ഥം അല്ലെ. തത് എന്ന് പറഞ്ഞാൽ അത്, ത്വം എന്ന് പറഞ്ഞാൽ നീ എന്ന് നമുക്ക് തത് ത്വം. ഇപ്പൊ പ്രപഞ്ചത്തില് പല രൂപങ്ങളിൽ കാണപ്പെടുന്നതെല്ലാം തന്നെ അപരിച്ഛിന്നവും നിർഗുണവുമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ പ്രതിഭാസങ്ങളാണ് എന്നാണ് ഇതിന്റെ ആശയം. വ്യാവഹാരിക സംസ്കൃതത്തിൽ ഉണ്മ എന്ന അർത്ഥത്തിലും പ്രയോഗിക്കാം. അപ്പൊ പ്രയോഗിക്കുന്ന സന്ദർഭവും വിഷയവും അനുസരിച്ച് ഈ പദത്തിന് പല അർത്ഥങ്ങൾ എടുക്കാൻ പറ്റും. അപ്പൊ ജീവസൃഷ്ടിക്ക് കാരണമാകുന്ന ബ്രഹ്മത്തിനും മായയ്ക്കും തമ്മിലുള്ള ഐക്യം, ജീവാത്മ പരമാത്മാക്കളുടെ ഏകത്വം, സത്വരജസ് തമസുകളായിരിക്കുന്ന ത്രിഗുണങ്ങള്, ഏതെങ്കിലും ഒരു ആശയത്തിന്റെയോ വസ്തുവിന്റെയോ സാരം, ഇങ്ങനെ ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ അർത്ഥങ്ങളും നമുക്ക് കൽപ്പിക്കാം. വേദാന്തമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളില് ആ പ്രപഞ്ച പ്രവർത്തനത്തിന് ആധാരമായി കണക്കാക്കുന്ന പലതിനെയും തത്വം എന്ന് പറയാറുണ്ട്. ഇപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങൾ 5ഉം കർമ്മേന്ദ്രിയങ്ങൾ 5ഉം മനസ്സും ചേർന്ന് ആ ഒരു ഏകാദശ തത്വങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങളെ കർമ്മേന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളായിരിക്കുന്ന രൂപരസ ഗന്ധ സ്പർശ ശബ്ദങ്ങളെല്ലാം, പഞ്ചപ്രാണനുകള് പഞ്ചഭൂതങ്ങള് എന്നിവ ചേർന്ന് പഞ്ചവിംശതി തത്വങ്ങൾ അല്ലെ. ലളിതാദേവിയുടെ പഞ്ചവിംശതി തത്വങ്ങൾ പ്രത്യേകിച്ച് ലളിതോപാഖ്യാനത്തിൽ പറയാറുണ്ട്. ഇവയോട് പഞ്ചവായുക്കള് ഷഡാധാരങ്ങൾ ചേർന്ന് ഷഡ് ത്രിംശത്, അതായത് 36 തത്വങ്ങൾ. അപ്പൊ ഇവയോട് കർമ്മേന്ദ്രിയ വിഷയങ്ങളായിരിക്കുന്ന വചനം, ദാനം, ഗമനം, വിസർഗം, ആനന്ദം എന്ന പഞ്ചകോശങ്ങള്, സപ്തധാതുക്കള്, മണ്ഡലത്രയം, ത്രിദോഷങ്ങള്, ഏഷണത്രയം, ഗുണത്രയം, അവസ്ഥാത്രയം, ത്രിമൂർത്തികള്, താപത്രയങ്ങള്, ദേഹത്രയങ്ങൾ, ഇവയെല്ലാം ചേർന്ന് തത്വങ്ങള് 96. ഇങ്ങനെ തത്വങ്ങളുടെ ഗണനശാസ്ത്രങ്ങളിൽ പലതരത്തിൽ കാണുന്നുണ്ട്. ഈ തത്വങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നവൾ എന്ന അർത്ഥത്തില് തത്വാസന. അമ്മ ഇരിക്കുന്ന പീഠത്തിലാണ് ഈ തത്വങ്ങളെല്ലാം ഉള്ളത് അല്ലെ. അപ്പോ ആ ഒരു സർവ തത്വാത്മകമായിരിക്കുന്ന യോഗപീഠം ആസനമായിട്ടുള്ളവൾ. ശ്രീവിദ്യാപീഠത്തിന് വേറൊരു പീഠത്തിന്റെ പേരാണ് യോഗപീഠം അല്ലെ. തത്വങ്ങളെ ആസനം ചെയ്യുന്നവൾ അല്ലെ, എറിയുന്നവൾ, നശിപ്പിക്കുന്നവൾ എന്നും വ്യാഖ്യാനമുണ്ട്. അപ്പോ തത്വാസന തത്, തത് അടുത്ത നാമം 425ാമത്തെ നാമം തത് എന്ന് പറഞ്ഞാൽ അത്. ഇപ്പൊ വേദജ്ഞാന ഗ്രന്ഥങ്ങളില് അത് എന്നറിയപ്പെടുന്നവൾ, പരബ്രഹ്മത്തെ സൂചിപ്പിക്കാൻ ഉപനിഷത്തുകളിലും മറ്റും തത് എന്ന് പറയാറുണ്ട് അല്ലെ. ഉദാഹരണം തത്വമസി, തത് അത്, ത്വം നീ, അസി ആകുന്നു. അപ്പോ തത് ത്വം അസി അല്ലെ. ത്വം എന്ന് പറഞ്ഞാൽ എന്താ? നീ, നിങ്ങൾ, അങ്ങ്. ഇപ്പൊ സ്തുതികളിലും കീർത്തനങ്ങളിലും ത്വം എന്ന് പറയപ്പെടുന്നവൾ. ഐ എന്ന് പറഞ്ഞാൽ അല്ലയോ നാഥേ. സാധകന്മാരുടെ സംബോധനയിൽ ഐ എന്നുള്ള പദം വരാറുണ്ട് അല്ലെ. ഇത് യോഗികളെ ഈശ്വര സൂചകമായിട്ട് പ്രയോഗിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഐ നന്ദന നന്ദനുജ. നന്ദനുജൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ. ഈ നാമങ്ങളെല്ലാം നമ്മൾ അതിൽ ചേർത്ത് പറയണം. അപ്പൊ ത്വം എന്ന് പറഞ്ഞാൽ നീ, തത്വമസി എന്ന മഹാവാക്യത്തിൽ നിർദ്ദിഷ്ടമായിരിക്കുന്ന അർത്ഥം ത്വം. അപ്പൊ മഹാവാക്യത്തിലെ തത് ത്വം എന്ന പദങ്ങൾക്ക് അഭേദത്വം കൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നിർഗുണ ബ്രഹ്മത്തെയാണ് നമ്മൾ ത്വം എന്നുള്ള പദം കൊണ്ട് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ഭഗവതിയെ സംബോധന ചെയ്തതായിട്ട് വ്യാഖ്യാനിച്ചാലും സർവപ്രപഞ്ചത്തിലും ബ്രഹ്മത്തെയും ഈ പദം കുറിക്കുകയാണ്. അപ്പൊ ഐ എന്ന് പറഞ്ഞാല് ആ ഒരു സംബോധനാ വാചകമായിരിക്കുന്ന ശബ്ദമാണ്. അപ്പൊ ബഹുമാനവും ആദരവും സ്നേഹവും, അല്ലയോ ലോകമാതാവേ അല്ലെ. മഹാവാക്യത്തിലെ അസി ശബ്ദത്തെ ഇവിടെ സംബോധനയാക്കി മാറ്റിയിരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ ദേവിയെ സംബോധന ചെയ്യുന്നതുകൊണ്ട് സ്ത്രീലിംഗമായിട്ട് പ്രയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രം. ഐഗിരി നന്ദിനി, നന്ദിത മേദിനി എന്നുള്ളതിലും ഐ
ഇപ്പൊ മഹാവാക്യത്തിന്റെ ഘടകങ്ങളായിട്ട് തത്, ത്വം എന്നിവയും ഐ എന്ന സംബോധനയും ചേർത്ത് തത്വമയി, ഇല്ലേ? അപ്പൊ ആ 907 നാമം നമ്മൾ ഇനി വരുന്നുണ്ട് അങ്ങനെ. അപ്പൊ അടുത്ത നാമം പഞ്ചകോശാന്തര സ്ഥിത. അപ്പോ തത്വാസന, തത്വമയി, പഞ്ചകോശാന്തര സ്ഥിത. പഞ്ചം പ്ലസ് കോശം പ്ലസ് അന്തരം സ്ഥിത. പഞ്ചകോശം, 5 കോശം, ഇല്ലേ? കോശം എന്ന് പറഞ്ഞാൽ എന്താ? ആവരണം. അന്തര എന്ന് പറഞ്ഞാൽ ഉള്ളില് സ്ഥിതി ചെയ്യുന്നവൾ. 5 ആവരണങ്ങൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അല്ലയോ അമ്മേ. ഏറ്റവും എന്താ പറയാ സ്ഥൂല രൂപം, പ്രപഞ്ചത്തിലെ എല്ലാ ബാഹ്യരൂപങ്ങളും, അതിനെയാണ് നമ്മൾ അന്നമയ കോശം. അതിനേക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന രണ്ടാമത്തത് പ്രാണമയ കോശം. പ്രപഞ്ചമാകെ നിറയുന്ന പ്രാണ ഊർജം, അതിനെയാണ് പ്രാണമയ കോശം എന്ന് പറയുന്നത്. സൂക്ഷ്മ തരം എന്ന് പറയുന്നത് മനോമയ കോശം. പ്രപഞ്ചത്തിൽ നിറയുന്ന വിശ്വമനസ്, അല്ലെ? മനോമയ കോശം. 4 സൂക്ഷ്മ തമം എന്ന് പറയുന്ന ചിന്മയം, ജ്ഞാനമയ കോശം, വിജ്ഞാനമയ കോശം എന്നൊക്കെ പറയും. 5-മത്തത് അതിസൂക്ഷ്മമായിരിക്കുന്ന ആനന്ദമയ കോശം, അതായത് ആനന്ദ അനുഭവം. അമ്മ ഈ 5 ആവരണങ്ങൾക്കുള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുവെന്ന് യോഗികളെ അനുഭവിച്ചറിഞ്ഞ് പറഞ്ഞതാണ്, അല്ലെ? ഇപ്പൊ പഞ്ചകോശങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ കോശം എന്നിവ പഞ്ചകോശങ്ങള് ഈ 5 ആത്മാവിനെ ആവരണം ചെയ്യുന്ന ഉറ പോലെ ആയതുകൊണ്ടാണ് അതിന് കോശങ്ങൾ എന്ന് പേര്. അന്നമയ കോശം അന്നം കൊണ്ടുണ്ടാക്കിയ സ്ഥൂലം. പ്രാണൻ തുടങ്ങിയ 5 വായുക്കൾ, 5 കർമ്മേന്ദ്രിയങ്ങളും കൂടിയത് പ്രാണരൂപമായിരിക്കുന്ന ആവരണം പ്രാണമയ കോശം. ഇതിലെ രജോ ഗുണപ്രധാനമായി ആണ് പഞ്ചഭൂതങ്ങളുടെ സത്വഗുണാംശം കൊണ്ട് ഉണ്ടായതും ജ്ഞാനേന്ദ്രിയങ്ങളും ആ ഒരു സന്ദേഹാത്മകങ്ങളായിരിക്കുന്ന മനസ്സും കൂടിയതാണ് മനോമയ കോശം. ജ്ഞാനേന്ദ്രിയങ്ങളും നിശ്ചയ സ്വരൂപമായിരിക്കുന്ന ബുദ്ധിയും ചേർന്ന് സൂക്ഷ്മ ദേഹമുണ്ടായി. കാരണദേഹം തന്നെയാണ് ആനന്ദമയ കോശം. ഇവയില് ആനന്ദമയ കോശം ബ്രഹ്മരൂപമാണെന്ന് ആർഷമതം പറയുന്നു. അപ്പൊ നമ്മുടെ ഉള്ളില് കാരണ ബിന്ദു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ചിച്ഛക്തി തന്നെയാണിത്. അപ്പോ എന്താണ് ആ ഒരു ശ്രീചക്ര പൂജയിൽ ആരാധിക്കപ്പെടുന്ന 5 മന്ത്രദേവതകളെ കുറിക്കാൻ പഞ്ചകോശ പദം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാല് ആ ഒരു ശ്രീവിദ്യ, പരംജ്യോതി, പര, നിഷ്കല ശാംഭവി, അജപ, മാതൃകാചേരി, പഞ്ചകോശ പ്രകീർത്തിത. അപ്പോ ഈ ശ്രീചക്രത്തിന്റെ സൃഷ്ടിയാദി ചക്രങ്ങളില് വെഷ്ടി സമഷ്ടി ഭേദത്തോടുകൂടി ഈ ദേവതകൾ പൂജിക്കപ്പെടുന്നുണ്ട്. ഈ ശ്രീചക്രത്തിന്റെ മധ്യത്തിൽ ബിന്ദുരൂപിണിയായിട്ട് ലളിതാംബിക സ്ഥിതി ചെയ്യുന്നു. പഞ്ചകോശ മന്ത്രദേവതകളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന പക്ഷത്തില് നമുക്കിത് എടുക്കാം. ശ്രീചക്ര രഹസ്യം എന്ന് പറയുന്ന എന്താ പറയാ ആ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതിനകത്ത് ഈ മന്ത്രങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ ദേവി ആരാണ്? നിസ്സീമ മഹിമ. അപ്പോ നിസ്സീമ, അതിരില്ലാത്ത മഹിമകളോട് കൂടിയവൾ. സീമ എന്ന് പറഞ്ഞാൽ അതിര്, അല്ലെ? അപ്പോ അതിരുകളില്ലാത്തവൾ, സീമയില്ലാത്ത മഹിമയോട് കൂടിയവൾ. സീമ എന്ന് പറഞ്ഞാല് പരിധി, അല്ലെ? അതിര്. വ്യക്തിഗതമായ ആ ഒരു മഹിമ മനുഷ്യർക്കായാലും ദേവകൾക്കായാലും അതിരുണ്ട്. ഇപ്പൊ ലോകമാതാവായിരിക്കുന്ന ആ ദേവിക്ക് ഓരോ വ്യക്തിക്കും അർഹതയനുസരിച്ച് അനുവദിച്ചു കൊടുക്കുന്ന ശ്രേഷ്ഠതയാണിത്. നിസ്സീമ മഹിമ. അപ്പോ ആ ഒരു എല്ലാ മഹിമകളുടെയും ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്നവൾ. അവിടെ ദേവിയുടെ മഹിമയ്ക്ക് അതിരില്ല. അതുകൊണ്ട് നിസ്സീമ മഹിമ. നിസ്സീമ മഹിമ, നിത്യ യൗവന, എന്നും യൗവനത്തിൽ വാഴുന്നവൾ. അമ്മയ്ക്ക് പ്രായം വർദ്ധിക്കുന്നില്ലല്ലോ, അമ്മ ശിശുവാവുന്നുമില്ല, അല്ലേ? അപ്പൊ അമ്മ എന്താ? നിത്യ യൗവനം, എന്നും യൗവനാവസ്ഥയിൽ കഴിയുന്നവൾ. പ്രാണികൾക്ക് ജനനം, ബാല്യം, യൗവനം, വാർദ്ധക്യം, മൃതി എന്നീ അവസ്ഥാവിശേഷങ്ങൾ സ്വാഭാവികമാണ്, അല്ലെ? ഓരോ ഘട്ടത്തിലുമുള്ള കഴിവുകൾക്കും അറിവിനും മാറ്റം ഒഴിവാക്കാതെയല്ല മാതാപിതാക്കൾ അവരുടെ സന്താനമായിട്ട് ജനനം, അവരുടെ എന്താ പറയാ അന്യരുടെ സംരക്ഷണത്തിൽ ജനനം, അന്യരുടെ സംരക്ഷണത്തിൽ ബാല്യം, സ്വന്തം കഴിവുകൾ പരമാവധിയാകുന്ന യൗവനം, കാലക്രമത്തില് ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ശക്തിക്ഷയം, അത് കഴിഞ്ഞ് മരണം. ഇങ്ങനെ പോണു ജീവിത ചക്രം എന്ന് പറയുന്നത്. ദേവിയെ ഇതൊന്നും ബാധിക്കുന്നില്ല. ദേവിയുടെ നിസ്സീമമായിരിക്കുന്ന മഹിമയ്ക്ക് കാലം കൊണ്ടോ ദേശം കൊണ്ടോ വ്യത്യാസമില്ല, പരിമിതികളില്ല. അതുകൊണ്ട് അമ്മ നിത്യ യൗവന. മതശാലിനി, മതം ശീലമാക്കിയവൾ. തന്നെ കുറിച്ചുള്ള ബോധമാണ് മതം എന്ന് പറയുന്നത്, അല്ലേ? അതില്
അത് ശരിക്കും പറഞ്ഞാൽ അമ്മയിൽ സ്വാഭാവികമായിട്ടുള്ളതാണ്. താനാണ് പ്രപഞ്ച സൃഷ്ടാവും നിയന്താവും സംഹാരകർത്തൃയും എന്ന് അമ്മയ്ക്കറിയാം, ഇല്ലേ? അപ്പൊ തനിക്ക് തുല്യം ആരും ഇല്ലെന്നും അമ്മയ്ക്കറിയാം. ഈ ബോധത്തെയാണ് നമ്മൾ മതം. എന്നാൽ ജീവികളുടെ മതം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ദുർഗുണമാണ്. അപ്പൊ മതത്തോട് കൂടിയവൾ എന്ന് പറഞ്ഞാൽ മതം എന്ന പദത്തിന് പല അർത്ഥങ്ങളും ഉള്ളത് കൊണ്ട് യൗവനം, ആ ഒരു പ്രിയന്റെ അനുരാഗം മൂലം ഉണ്ടാകുന്ന ദമ്പത്തോട് കൂടിയിരിക്കുന്ന ഭാവം എന്നൊക്കെ ഇത് നമുക്ക് എടുക്കാം. അപ്പൊ നിത്യ യൗവനമെന്ന് നമ്മൾ മുമ്പിലുള്ള നാമം കണ്ടു. അപ്പൊ കാമേശ്വരന്റെ പ്രേമ പത്നിയായിട്ട്, അല്ലെ? കാമേശ്വര പ്രേമ രത്നമണി പ്രതിപണസ്തനി. ഇപ്പൊ കാമേശ്വരന്റെ ഉടലില് പാതി പങ്കിട്ടെടുത്തവളായിരിക്കുന്ന ജഗദംബികയ്ക്ക് മതം എന്നുള്ള മതത്തിന്റെ ഈ അർത്ഥം കൂടുതൽ യോജിക്കും. കാരണം മദ്യപാനം കൊണ്ട് മതിച്ചിരിക്കുന്ന രീതിയിലാണ് ദേവിയെ സങ്കല്പിക്കാറുള്ളത്. ഈ അർത്ഥത്തില് മതശാലിനി എന്നുള്ള നാമം അവിടെ യോജിക്കുന്നുണ്ട്. ദേവി മഹാത്മ്യം 3-ാം അധ്യായത്തില് ദേവിയും മഹിഷാസുരനുമായിട്ടുള്ള യുദ്ധം വർണ്ണിക്കുമ്പോൾ എന്താ പറയണത്? തതക്രൂത ജഗന്മാത ചണ്ഡികാപാനമുത്തമം പപൗ പുനഃശ്ചൈവ ജഹസാരുണലോചന നനാനർദ്ദ ചാസുര സോബി ബലവീര്യമതോത്ഥത വിഷാണാഭ്യം ചിക്ഷേവ ചണ്ഡികാം പ്രതി ദുർധരാൻ സാജതാൻ പ്രഹിതാം സ്തേന ചൂർണയന്തി ശരോത്കരൈ ഉവാചതം മതോത്ഥൂത മുഖരാഗാകുലാക്ഷരം ഗർജ ഗർജ ക്ഷണമൂഢ മധു യാവത് പിബാമ്യഹം മയാ ത്വയി ഹതേത്രൈവ ഗർജന്ത്യാഷു ദേവത. ഈ വരികളില് ദേവി മതകൂർണിത രക്താക്ഷിയായിട്ട് വീണ്ടും വീണ്ടും മദ്യപാനം ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്, ഇല്ലേ? മദ്യപാനം കൊണ്ട് മതിച്ചവൾ എന്ന് വ്യാഖ്യാനിക്കാം. അപ്പോ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ആ ഒരു വിഷയാന്തര സ്പർശ ശൂന്യ ആനന്ദിക വിഷയോ വൃത്തിവിശേഷോ മതസ്ഥേന ശാലതേ ശോഭതേ എന്ന് സൗഭാഗ്യ ഭാസ്കർ. അതായത് ഈ നാമത്തെ വ്യാഖ്യാനിക്കുന്നത് വിഷയങ്ങളുടെ സംസർഗമില്ലാതെ ആനന്ദം, അതാണ് മതത്തിന്റെ ലക്ഷണം, അല്ലെ? നമ്മൾക്കെല്ലാം വിഷയങ്ങളോട് ചേരുമ്പോഴാണ് ആനന്ദം ഉണ്ടാവുന്നത്. ദേവിക്കോ വിഷയങ്ങൾ ഇല്ലാത്ത ആനന്ദം, അല്ലെ? അപ്പൊ ആ ഒരു മതം കൊണ്ട് ശാലിനിയായിരിക്കുന്നവൾ, ശോഭിക്കുന്നവൾ. ഈ നാമത്തിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ കലർപ്പില്ലാത്ത ആനന്ദം കൊണ്ട് ശോഭിക്കുന്നവൾ, സത്യാനന്ദ സ്വരൂപിണി, സ്വാത്മാനന്ദ ലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി. ഇതെല്ലാം ദേവിയുടെ ആനന്ദം. ആനന്ദം എന്ന് പറയുന്നത് ശരിക്കും ഓൾട്ടേർഡ് കോൺഷ്യസ്നെസ്, നമ്മുടെ തല അല്ല അത്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ലഭിക്കുന്ന സുഖമല്ല. അമ്മ സ്വയം ആത്മാനന്ദത്തില്, അല്ലെ, ശിവാനന്ദത്തില് മുഴുകി എപ്പോഴും സന്തോഷമായിട്ട് മതിച്ചവളെ പോലെ, അല്ലെ, ആ ഒരു എന്താ സൂര്യപാനം ചെയ്തവളെ പോലെ എപ്പോഴും സന്തോഷവതിയായിട്ട് ഇരിക്കുകയാണ് അമ്മ. അതുകൊണ്ട് ആ മതശാലിനി എന്നുള്ള വാക്ക് നമ്മൾ അങ്ങനെ വേണം അമ്മ അവിടെ കാണാനായിട്ട്. ഇപ്പോ മതകൂർണിത രക്താക്ഷി, മതകൂർണിത രക്ത അക്ഷി. ഇപ്പൊ മതം കൊണ്ട് കറങ്ങുന്ന ചുവന്ന കണ്ണുകളായിട്ട് സങ്കല്പിക്കപ്പെടുന്നവൾ. കൂർണിതം എന്ന് പറഞ്ഞാൽ എന്താ? കറങ്ങുന്ന, അല്ലെ? ആ ഒരു ഇളകുന്ന. രക്തം എന്ന് പറഞ്ഞാൽ ചുവന്നത്, അക്ഷി കണ്ണ്. ഇപ്പൊ യോഗികൾക്ക് മാത്രം കിട്ടുന്ന ഒരു ദർശനാണിത്, അല്ലാതെ സാധാരണക്കാർക്ക് കാണാൻ പറ്റില്ല. കാരണം യോഗികള് ആ തലത്തിൽ എത്തുമ്പോൾ മാത്രമാണ് അമ്മയെ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. മതകൂർണിത രക്താക്ഷി, മതം കൊണ്ട് കൂർണിതവും രക്തവർണവുമായിട്ടുള്ള അക്ഷികൾ ഉള്ളവൾ. മതം എന്ന പദത്തിന് നമ്മൾ അർത്ഥം കണ്ടു. ഇതിൽ മദ്യപാനം കൊണ്ടുള്ള മതമാണ് ഈ സന്ദർഭത്തിൽ വാച്യാർത്ഥം. കൂർണിതം എന്നതിന് വട്ടം ചുറ്റുന്നത്, ഭ്രമിപ്പിക്കുന്നത് എന്നൊക്കെ പറയാം. ഇപ്പൊ മദ്യപാനം കൊണ്ട് കണ്ണു ചുവക്കും, അല്ലെ? മതം കൊണ്ട് ഭ്രമിക്കും. ഇപ്പൊ നാനാവർണമായിരിക്കുന്ന കണ്ണുള്ളവൾ എന്നൊക്കെ ഈ പക്ഷത്തിൽ നമുക്ക് വാച്യാർത്ഥം എടുക്കാം. എങ്കിലും ആ യൗവനം, പ്രിയന്റെ അനുരാഗം മൂലം ഉണ്ടാകുന്ന വികാരം എന്ന് ആ അർത്ഥം കൽപ്പിക്കുകയാണെങ്കിൽ നിത്യ യൗവനയായിരിക്കുന്ന ദേവി കാമേശ്വരന്റെ അനുരാഗം മൂലം മതമുള്ളവളാണെന്നും ദേവിയുടെ കണ്ണുകള് കാമേശ്വരനൊഴികെ മറ്റെന്തെങ്കിലും കാണാൻ വൈമുഖ്യമുള്ളതാണെന്നും സിദ്ധിക്കുന്നു. ഈ പക്ഷത്തില് രക്താക്ഷി എന്നുള്ളതിന് ഈഷത് പാടലം, അല്പം ചുവപ്പുള്ള രക്തരേഖകളുള്ള കണ്ണുകളുള്ളെന്ന് അർത്ഥം. അപ്പൊ സ്വല്പം ചുവപ്പുള്ള കടക്കണ്ണ് സൗന്ദര്യ ലക്ഷണമാക്ക് ആയിട്ട് സാമുദ്രിക ശാസ്ത്രം പറയുന്നുണ്ട്. ഈ പക്ഷത്തില് ഈ നാമം ദേവിയുടെ യൗവനം, സൗന്ദര്യം, പതിയായിരിക്കുന്ന കാമേശ്വരന്റെ അനുരാഗ അതിശയം കൊണ്ടുള്ള ദംഭം ഇതിനെല്ലാം നമുക്ക് എടുക്കാം. അപ്പൊ മതപാടല ഗന്ധഭൂഹു, അടുത്ത നാമവും ഇതുമായിട്ട് ചേർന്ന് വരികയാണ്. മതപാടല ഗണ്ഡഭൂ. പാടലം എന്ന് പറഞ്ഞ ഇളം ചുവപ്പ്, ഗണ്ഡം എന്ന് പറഞ്ഞ കവിള്, ഭൂ തടം, മതം കൊണ്ട് ചുവന്ന കവിൾത്തടമുള്ള. ഇതൊക്കെ യോഗികളുടെ ദർശനാണ്. കാരണം മതം കൊണ്ട് പാടലമായിരിക്കുന്ന ഗണ്ഡഭൂവോട് കൂടിയവൾ.
431 നാമത്തിൽ പറഞ്ഞ രണ്ടർത്ഥവും മതത്തിന് ഈ സന്ദർഭത്തിൽ യോജിക്കുന്നുണ്ട്. കാരണം പാടലം ഇളം ചുവപ്പ് നിറം. ഇപ്പൊ ശ്വേത രക്തസ്തു പാടലേ എന്ന് പറയുന്നുണ്ട്. ഗണ്ഡം എന്ന് പറഞ്ഞാൽ കവിൾത്തടം. അപ്പൊ യൗവനം കൊണ്ടും പ്രിയന്റെ അനുരാഗജന്യമായിരിക്കുന്ന വികാരം കൊണ്ടും പാടലവർണ്ണമായിരിക്കുന്ന കവിൾത്തടങ്ങളോട് കൂടിയവളെന്ന് ഈ നാമത്തിന് അർത്ഥം എടുക്കാം. അപ്പൊ പ്രിയന്റെ സാമീപ്യം ഉണ്ടാകുമ്പോൾ സുന്ദരികളായിരിക്കുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന വികാരത്തിന്റെ ബാഹ്യഭാവമായിട്ട് കവിളുകള് രക്തവർണ്ണമാകുന്നു. കവി സങ്കേതമാണത്. അപ്പൊ നിത്യ യൗവനയും സദാ പ്രിയന്റെ സാമീപ്യമുള്ളവളും ആയതുകൊണ്ട് ദേവിയുടെ കവിൾത്തടങ്ങളിൽ എപ്പോഴും പാടല വർണ്ണമാണ് അല്ലേ. അപ്പൊ മതത്തിന് മതജന്യമായിരിക്കുന്ന വികാരം എന്ന അർത്ഥം കൽപ്പിച്ചാൽ മദ്യലഹരി കൊണ്ട് ചുവപ്പ് നിറമുള്ള കവിളുകൾ എന്ന് വ്യാഖ്യാനം. മതം കൊണ്ട് രക്തവർണ്ണമായിരിക്കുന്ന കണ്ണുകളെ കുറിച്ചും നമ്മൾ കണ്ടു. അപ്പൊ മതം എന്ന പദത്തിന് കസ്തൂരി എന്നർത്ഥമുണ്ട്. കസ്തൂരി ചാറുകൊണ്ടുള്ള പഞ്ഞി ചാറ് അണിഞ്ഞതുകൊണ്ട് പാടല പുഷ്പം പോലെ ആ ഒരു കർണാവതംസമായിട്ട് അണിഞ്ഞതുകൊണ്ടും ശോഭിക്കുന്ന ഗണ്ഡത്തോ ഭൂവോട് കൂടിയവൾ എന്നും നമുക്കെടുക്കാം. അടുത്ത നാമം ഇതിനോട് ചേർന്ന് വരുന്നു. ചന്ദനദ്രവ ദിഗ്ധാംഗി, ചാമ്പേയ കുസുമപ്രിയ. ചന്ദനദ്രവ ദിഗ്ധ അങ്കി, ചന്ദനച്ചാറ് പൂശിയ അംഗങ്ങളോട് കൂടിയവൾ. ദിഗ്ധം എന്ന് പറഞ്ഞാൽ ലേപനം ചെയ്തത്. ചന്ദന ദ്രവം, ചന്ദനച്ചാറ് അംഗങ്ങളിൽ പൂശിയവൾ. ചാമ്പേയ കുസുമപ്രിയ, ചാമ്പേയ കുസുമപ്രിയ, ചെമ്പക പൂക്കളോട് വളരെയധികം താല്പര്യമുള്ളവൾ. ചാമ്പയം എന്ന് പറഞ്ഞാൽ ചെമ്പകം. ചന്ദനദ്രവം കൊണ്ട് ദിഗ്ധമായിരിക്കുന്ന അംഗങ്ങളുള്ള ചന്ദനം ചേർത്തുണ്ടാക്കിയ ദ്രവരൂപത്തിലുള്ള കുറിക്കൂട്ടുകൾ പൂശിയ അവയവങ്ങളോട് കൂടിയവൾ. സൗന്ദര്യ സംവർദ്ധനത്തിലെ ശരീര സുഗന്ധത്തിനും വേണ്ടി പലതരം കുറിക്കൂട്ടുകള് അല്ലെ, ചന്ദനം ചേർത്ത കുറിക്കൂട്ട് ആ ഒരു സർവോത്തമമാണെന്ന് നമുക്കറിയാം. ഇപ്പൊ ദേവിയുടെ എന്താ പറയാ 64 ഉപചാരങ്ങളിൽ ഇതൊക്കെ വളരെയധികം ദേവിയുടെ മന്ത്രപുഷ്പമാലയിലും ഇതെല്ലാം പറയുന്നുണ്ട്. അമ്മയ്ക്ക് പലതരത്തിലുള്ള കുറിക്കൂട്ടുകള് അമ്മയൊക്കെ തലമുടിയില് ഇല്ലേ ശരീരത്തിലൊക്കെ അണിയാനായിട്ട് സുഗന്ധപൂരിതമായിരിക്കുന്ന കുറിക്കൂട്ടുകളാണ് അമ്മയ്ക്ക് ഉണ്ടാക്കുന്നത്. പൂജാവിധികളിൽ ദേവിയെ ചന്ദന ചാറണിയിക്കുന്നത് സാധാരണയാണ്. അപ്പൊ സ്ഥൂലരൂപ വർണ്ണനയില് മനുഷ്യരുടെ വഴക്കങ്ങൾ ആരോപിച്ച് ദേവി ആ ഒരു ചന്ദനക്കുഴമ്പ് അണിഞ്ഞിരിക്കുന്നതായിട്ട് വർണ്ണിക്കുകയാണ്. അപ്പൊ ചാമ്പേയ കുസുമപ്രിയ, ചാമ്പേയ കുസുമങ്ങളില് വളരെയധികം പ്രിയമുള്ളവള്. ചാമ്പേയ കുസുമത്തിന് നമ്മുടെ നാഗകേസര പുഷ്പമെന്നും ചമ്പകപ്പൂവെന്നും അർത്ഥമുണ്ട്. രണ്ടർത്ഥവും നമുക്ക് ഇവിടെ എടുക്കാം. അപ്പൊ ചാമ്പേയ കുസുമപ്രിയ, കുശല കോമളാകാര, കുരുകുല കുലേശ്വരി, കുലകുണ്ടാലയ, കൗളമാർഗ തത്പര സേവിത. കുശല എന്ന് പറഞ്ഞാല് എന്തും ഹിതമായിട്ട് ചെയ്യുമ്പോൾ ആശ്രയിക്കുന്നവന് ഹിതത്തെ നൽകുന്നവൾ. അപ്പൊ ഹിതം എന്ന് പറഞ്ഞാൽ നന്മ അല്ലെ, ക്ഷേമം. ഇഷ്ടം എന്ന് പറഞ്ഞാൽ താല്പര്യം തോന്നുന്ന കാര്യങ്ങള്. പ്രമേഹ രോഗികൾക്ക് മധുരം ഇഷ്ടമാണ്, പക്ഷെ ഹിതമല്ല അല്ലെ. പാവയ്ക്ക നീര് ഹിതമാണ്, പക്ഷെ ഇഷ്ടമല്ല. അപ്പൊ ഈശ്വരനിൽ നിന്ന് ഹിതമേ വരൂ, ഇഷ്ടമല്ല വരുന്നത്. പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണിത്. കാരണം കൗശലമുള്ളവളാണ് ദേവി, സാമർഥ്യമുള്ളവളാണ്. അപ്പൊ സൃഷ്ടി, രക്ഷ, സംഹാരം തുടങ്ങിയവയില് കൗശലമുള്ള ദേവിയാണ് അല്ലെ. ഭക്തരെ താപത്രയങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതില് കുശല. അപ്പൊ കുശല ശബ്ദത്തെ കുശം ലാതി എന്ന് വിഗ്രഹിച്ച് ജലത്തെ ആദാനം ചെയ്യുന്നവൾ എന്നും ആ ഒരു ജലം പാപങ്ങളെ നിർമാർജനം ചെയ്യുന്നതായാൽ പാപങ്ങളെ നശിപ്പിക്കുന്നവളെന്ന് നമുക്ക് വ്യാഖ്യാനം എടുക്കാം. അപ്പോ ശല എന്ന ശബ്ദത്തിന് ചന്ദ്രൻ എന്ന അർത്ഥമുണ്ട്. കുൽസിതമായിരിക്കുന്ന ശലത്തോട് കൂടിയത്, അതായത് ആ ഒരു പിരിച്ചാല് ദേവിയുടെ മുഖകാന്തിക്ക് മുമ്പിലെ ചന്ദ്രന്റെ ശോഭ കുൽസിതമായിട്ട് തീരുന്ന അർത്ഥം കിട്ടും. അപ്പൊ ചന്ദ്രനേക്കാൾ കാന്തിമത്തായ മുഖത്തോട് കൂടിയവളെന്നും നമുക്ക് ഈ നാമത്തിന് അർത്ഥം എടുക്കാം. കോമളാകാര, ഇപ്പൊ കോമളമായിരിക്കുന്ന ആകാരത്തോട് കൂടിയവളാണ് ദേവി. ഇപ്പൊ മൃദുവും അഴകുറ്റതുമായ അവയവ വിന്യാസത്തോട് കൂടിയവൾ. സുന്ദരി എന്ന സ്ഥൂല രൂപ വർണ്ണന. അപ്പൊ കോമള രൂപമായിട്ട് പ്രത്യക്ഷപ്പെടുന്നവൾ. ആകാരം ഇല്ലേ, സ്ഥൂല രൂപമാണ് അമ്മയുടെ പറയുന്നത്. അതിമനോഹരമായിരിക്കുന്ന ശരീരത്തോട് കൂടിയവൾ. കുരുകുല്ല, ഇപ്പൊ സാധന പുരോഗമിക്കുമ്പോൾ ഒരു ഘട്ടത്തില് അഹംബോധത്തിനും ആ ഒരു ചിത്തത്തിനും ഇടയിൽ വർത്തിക്കുന്ന ശക്തി അമ്മ ദേവി തന്നെയാണത്. കുരുകുല്ല എന്ന് പറയുന്ന ദേവി, അത് ശ്രീചക്ര പൂജയില് കുരുകുല്ല എന്ന് പറയുന്നതും വാരാഹി എന്ന് പറയുന്ന മാതൃപിതൃസ്ഥാനത്ത് കുരുകുല്ല ദേവിയും വാരാഹി ദേവിയും പറയാറുണ്ട്. കുരുകുല്ല എന്ന് പറഞ്ഞാല് ആ ഒരു എന്താ പറയാ, ഒരു ചിത്തത്തിനും അഹംബോധത്തിനും ഇടയിൽ വർത്തിക്കുന്ന ശക്തി അമ്മ അനുഭവവേദ്യമായിട്ട് നമുക്ക് അപ്പൊ കാണിച്ചു തരും. അപ്പോ പറയണ പേരാണ് കുരുകുല്ല. നമ്മൾ ശ്രീചക്ര പൂജയിലും അതെ, ആ ദേവിയുടെ ചിന്താമണി ഗൃഹത്തിലേക്ക് പോകുമ്പോൾ ഒരു ഫോർട്ടിൽ, ഒരു തലത്തില് കുരുകുല്ല ദേവിയെ നമസ്കരിച്ചിട്ട് വേണം നമ്മള്
ദേവിയെ കാണാനായിട്ട് പോവാണ് ഉള്ളത്. അപ്പോ ലളിത ഉപാഖ്യാനത്തിലെ ശ്രീപുര വർണ്ണനയില് അഹങ്കാര പ്രാകാരത്തിലും ബുദ്ധി പ്രാകാരത്തിനും ഇടയ്ക്കുള്ള പ്രദേശമുണ്ട്, വിമർശം എന്ന് പേരുള്ള വാബി. അപ്പൊ അവിടെ ആ വാബിയിലെ ജലം സുഷുമ്നയിലെ അമൃതാണ്. അപ്പൊ മഹാന്മാരായിരിക്കുന്ന യോഗികള് സമാധിയിൽ ഇരിക്കുമ്പോൾ സുഷുമ്നയിൽ അമൃതവർഷം ഉണ്ടാകണമെന്നും വിമർശ വാബിയുടെ അധിപതിയായിരിക്കുന്ന ദേവി അവിടെ കുരുകുല്യായിട്ട് പ്രത്യക്ഷപ്പെടണമെന്നും പറയാറുണ്ട്, ഇല്ലേ? അപ്പൊ ആ ഒരു തത്ര നൗകേശ്വരി ദേവി കുരുകുല്യേതി വിശ്രുത തമാല ശ്യാമളാകാര ശ്യാമ കഞ്ചുകധാരിണി നൗകേശ്വരി നൗകേശ്വരീഭി രന്യാഭി സ്വമാനാഭിരാവൃത രക്താരി ത്രികര നിത്യമുല്ലാസ മാംസള. അപ്പൊ ദേവി ശരിക്കും പ്രിയം കരേണ സംയുക്ത പ്രിയേണ ശ്രീ കാമോത്സുക പരിതോ ഭ്രാമ്യതി മുനെ മണി നൗകാധി രോഹിണി. ലളിതോപാഖ്യാനത്തിൽ പറയുന്നതാണ്. അതായത് വിമർശ വ്യാപി എന്ന് പറയുന്ന ആ ഒരു വ്യാപി എന്ന് പറഞ്ഞാൽ ഒരു ചുറ്റപ്പെട്ടിരിക്കുന്ന തടാകം. നൗകകളുടെ ചുമതല ദേവിക്കാണ്, കുരുകുല്ല ദേവി. അതുകൊണ്ടാണ് നൗകേശ്വരി എന്ന് പറയുന്നത്. അപ്പൊ കുരുകുല്ല രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പൊ ആ ഒരു എന്താ പറയാ, ലളിത സ്തവരത്നത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. ഇപ്പോ കുരുകുല്ലയായിട്ടിരിക്കുന്ന ദേവി കുലേശ്വരിയാണ്, കുലങ്ങൾക്ക് ഈശ്വരിയായിട്ടിരിക്കുന്നു. കുലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? കുലങ്ങൾ, അറിയുന്നവൻ, അറിയുന്നത്, അറിവ്, ഈ മൂന്നെണ്ണം. ഇതിനെയാണ് നമ്മൾ ത്രിപുടി എന്ന് പറയുന്നത്. ജ്ഞാന ജ്ഞാതൃ മേയങ്ങള് അപ്പൊ മാനം മേയം ഇതൊക്കെ നമ്മൾ ഈ ത്രിപുടിയിൽ വരും, ഇല്ലേ? നമ്മൾ അതിനെക്കുറിച്ച് ജ്ഞാനജ്ഞാതൃ ജ്ഞേത എന്നുള്ള വാക്കില് ഇത് വളരെ വിശദമായിട്ട് കണ്ടതാണ്. അപ്പൊ കുലത്തിൽ ഈശ്വരിയായിട്ടിരിക്കുന്നവൾ. അപ്പൊ ഇതിനെ കുലം എന്ന് പറഞ്ഞാൽ ആ ഒരു ജനപദം അല്ലെങ്കിൽ ഗോത്രം, ഇല്ലേ? ആ ഒരു സജാതീയ ഗണം എന്നൊക്കെ നമുക്ക് എടുക്കണം. അപ്പോ ആ ഒരു ജനപദങ്ങൾക്ക് ഈശ്വരിയായിരിക്കുന്നവൾ. ജനപദം രാജ്യം അല്ലെങ്കിൽ ജനാധിവാസമുള്ള പ്രദേശം. അപ്പോ നഗരവാസിനി എന്ന് ദേവിക്ക് നാമമുണ്ട്, ഇല്ലേ? അപ്പൊ ഗോത്രങ്ങൾക്ക് ഈശ്വരിയായിരിക്കുന്നവൾ. സജാതീയ വസ്തുക്കളുടെയോ വ്യക്തികളുടെയോ സമൂഹം എന്ന് പറയുന്നതിനാണ് നമ്മൾ കുലം എന്ന് പറയുന്നത്. അപ്പൊ സജാതീയങ്ങളായിരിക്കുന്ന മാനമേയങ്ങളുടെ സമൂഹം എന്നും എടുക്കാം. അപ്പൊ ക്ഷേത്രം, ശരീരം എന്നും കുലത്തിന് അർത്ഥമുണ്ട്. കുണ്ടലിനി രൂപത്തില് ശരീരാന്തസ്ഥയായിട്ടിരിക്കുന്ന, അതുകൊണ്ട് ദേവി കുലേശ്വരി. സുഷുമ്ന മാർഗം എന്നും കുലത്തിന് അർത്ഥമുണ്ട്. ആ അർത്ഥം സ്വീകരിച്ചാലും ഇതേ ആശയം തന്നെയാണ്. അപ്പൊ കുലത്തിന് ശക്തി എന്നും അർത്ഥമുണ്ട്. അപ്പൊ ഈ എല്ലാ ശക്തികൾക്കും അധീശ്വരിയായിരിക്കുന്ന ദേവി കുലേശ്വരി. ഇപ്പൊ കൗളം എന്ന താന്ത്രിക പദ്ധതിക്ക് ഈ ഈശ്വരിയായിട്ടുള്ളവൾ, കൗള വിധിപ്രകാരം ആരാധിക്കപ്പെടുന്ന മഹാദേവി, ഇല്ലേ? ഇപ്പൊ കുലേശ്വരൻ എന്ന പദത്തിന് ശിവൻ എന്നാണ് അർത്ഥം. ഈ പദത്തിന്റെ സ്ത്രീലിംഗ രൂപമായിട്ട് എടുക്കാൻ നമുക്ക് ശിവരൂപിണി, ശിവപത്നി. അപ്പൊ ഇത് ഏതെടുത്താലും ശരിയാണ്. അപ്പൊ ആ ദേവി ആരാണ്? കുലകുണ്ടാലയ. അപ്പൊ കുണ്ട പ്ലസ് ആലയ. കുളകുണ്ടം എന്ന് പറഞ്ഞാൽ എന്താ? മൂലാധാര ചക്രത്തിന്റെ മധ്യബിന്ദു, അവിടെ വസിക്കുന്നവൾ. ഈ ബിന്ദുവിലാണ് കുണ്ടലിനി എന്ന് പറയുന്ന ശക്തി വസിക്കുന്നത്, അല്ലേ? ഇത് അമ്മയുടെ ശക്തിയാണ്. അപ്പൊ ആലയം എന്ന് പറഞ്ഞാല് വാസസ്ഥാനം. അപ്പൊ കുലകുണ്ടത്തെ ആലയമാക്കിയവൾ, കുളകുണ്ടലിനിയിൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, സൗന്ദര്യ ലഹരിയില് ദേവിയുടെ അടുത്ത് എന്താണ് പറയുന്നത്? കുലകുണ്ടേ കുഹരിണി എന്ന് തുടങ്ങുന്ന, അല്ലയോ ലോകമാതാവായിരിക്കുന്ന ദേവി, നിൻ തിരുവടിയുടെ ചരണാരവിന്ദ മധ്യത്തിൽ നിന്ന് ഒഴുകുന്ന അമൃതധാരാ പ്രവാഹത്താൽ ഉപാസകന്റെ ശരീരാന്തർഗതത്തുള്ള നാഡീ സമൂഹത്തെ നനച്ചിട്ട് അമൃതാധികമായിരിക്കുന്ന കാന്തിയുള്ളതും സഹസ്രദള കമലത്തിലെ ശ്രീചക്ര രൂപമായിട്ട് സ്ഥിതി ചെയ്യുന്നതുമായിരിക്കുന്ന ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് തിരിയെ തന്റെ ആവാസസ്ഥാനമായിരിക്കുന്ന മൂലാധാര ചക്രത്തെ പ്രാപിച്ച് 3.5 ചുറ്റായിട്ട് മണ്ഡലാകൃതിയില് മധ്യത്തില് സൂക്ഷ്മരന്ധ്രമുള്ളതും ആ മൂലാധാര സ്ഥിതവുമായിരിക്കുന്ന കുലകുണ്ടത്തില് ആ മൂലകന്ധത്തില് അമ്മ ഉറങ്ങുന്നു. ഇപ്പൊ സുഷുമ്ന മാർഗത്തിന്റെ ചുവട്ടില് താമര കിഴങ്ങിന്റെ ആകൃതിയിലാണ് മൂലാധാരം എന്ന് പറയുന്നത്. താമര കിഴങ്ങിന്റെ മധ്യത്തില് സൂക്ഷ്മമായിരിക്കുന്ന ഒരു കുഹരം എന്ന് പറഞ്ഞാൽ ദ്വാരം ഉള്ളതുപോലെ മൂലാധാരത്തിന്റെ കർണിക മധ്യത്തില് സൂക്ഷ്മമായിരിക്കുന്ന കുഹരമുണ്ട്. അതില് ബിന്ദു തനീയസിയായിരിക്കുന്ന കുണ്ടലിനി ശക്തി ആ ഒരു അത്യുഷ്ട വലയമായിട്ട് ഉറങ്ങുന്നു. 3.5 ചുറ്റുള്ള വലയമായിട്ട് അമ്മ തല താഴോട്ട് വെച്ചില്ലേ, ശിവലിംഗത്തിലേട്ട് ചോർത്ത് വെച്ച് അമ്മ ഉറങ്ങുകയാണ് അവിടെ.
ഇപ്പൊ മൂലാധാര കർണികയിലുള്ള കുഹരമാണ് കുളകുണ്ടം. കുലകുണ്ടം കുളകുണ്ടം രണ്ടും ശരിയാണ്. അപ്പൊ കുലകുണ്ടത്തിലെ കുണ്ടലിനി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് കുലകുണ്ടാലയ എന്ന് നാമം. കൗളമാർഗ തത്പര സേവിത, അപ്പൊ അതിനോട് തന്നെ ചേർത്ത് വരുന്ന നാമം കണ്ടോ. അപ്പൊ കൗളമാർഗ തത്പര സേവിത, കൗളമാർഗത്തിൽ നീങ്ങുന്ന സാധകന്മാരാൽ ഉപാസിക്കപ്പെടുന്നവൾ. കൗളമാർഗം ദേവി ഉപാസന സമ്പ്രദായമാണ് അല്ലെ. കൗളമാർഗത്തിൽ താല്പര്യമുള്ളവരാൽ സേവിക്കപ്പെടുന്നവൾ. കൗളം കൗലം അല്ലെ. ഇപ്പൊ മലയാളികളും മറ്റും ചില എന്താ പറയാ ആളുകൾ ഈ പദത്തെ കൗളം എന്നാണ് പറയുന്നത്. കൗലം എന്നും പറയാറുണ്ട്. ഇത് സാധാരണയായിട്ട് കൗളം എന്നാണ് പറയാറ്. അപ്പൊ കുലത്തെ സംബന്ധിച്ചതിനെയാണ് നമ്മൾ കൗളം. അപ്പോൾ നമുക്കറിയാം ശ്രീവിദ്യ ഉപാസനയിലെ കൗളം, വാമാചാരം, ദക്ഷിണാചാരം, സമയാചാരം, മിശ്രാചാരം, ഇങ്ങനെ പല പല ആചാരക്രമങ്ങളുണ്ട് ഇല്ലേ. അപ്പോ ശരിക്കും എന്താ പറയാ ആ ഒരു യസ്യ യസ്യ ഹി യാ ദേവി കുലമാർഗേണ സംസ്ഥിത തേന തേന ചസ പൂജ്യ ബലി ഗന്ധാനുലേപനൈ നൈവേദ്യർ വിവിധൈ ചൈവ പൂജയേത് കുലമാർഗത എന്ന് പറയുന്നു. അപ്പൊ ഇത് കുലമാർഗത്തിലെ വംശപരമ്പരയോ സിദ്ധിച്ച ആരാധനാ രീതികള് ബലി, ഗന്ധാനുലേപനം, നൈവേദ്യം തുടങ്ങിയ അംഗങ്ങളോടുകൂടി പൂജിക്കുന്നതിനെയാണ് കൗളമാർഗം എന്ന് പറയുന്നത്. ഇപ്പൊ കൗളം എന്ന പദം തന്ത്രശാസ്ത്ര പ്രകാരമുള്ള ഒരു അനുഷ്ഠാന പദ്ധതിയാണ്. ആ ഒരു നിലയിൽ ശാക്തേയന്മാരുടെ ഇടയിൽ കൂടുതൽ പ്രസിദ്ധമാണ്. ശ്രീവിദ്യയെ ഉപാസിക്കുന്ന ദേവി ഭക്തന്മാര് 3 വ്യത്യസ്തങ്ങളായിരിക്കുന്ന മാർഗങ്ങളെ പിന്തുടരുന്നു. സമയം, കൗളം, മിശ്രം. പല മാർഗങ്ങളുണ്ടെങ്കിലും ഇത് 3 വളരെ പ്രചാരത്തിലുള്ളത്. അവയുടെ പേരുകളാണിത്. വേദപ്രോക്തങ്ങളായിരിക്കുന്ന കർമ്മങ്ങളോട് കൂടിയ ഉപാസനാ മാർഗങ്ങളാണ് സമയമതം. വസിഷ്ഠൻ, സനകൻ, ശുഗൻ, സനന്ദൻ, സനൽകുമാരൻ എന്നീ 5 മഹർഷികളാണ് ഇതിന്റെ ആചാര്യന്മാര്. ഈ രീതിയിലുള്ള കർമാനുഷ്ഠാനങ്ങളെ വിവരിക്കുന്ന ആഗമങ്ങളെയാണ് നമ്മൾ ശുഭാഗമ പഞ്ചകം എന്ന് വിളിക്കുന്നത്. ചന്ദ്രകല, ജ്യോത്സ്നാവതി, കലാനിധി, കുളാർണവം, കുളേശ്വരി, ഭുവനേശ്വരി, ആ ഒരു ദുർവാസമതം എന്നിങ്ങനെ 8 തന്ത്രങ്ങള്, ബാർഹസ്പത്യം, ഇങ്ങനെ 8 തന്ത്രങ്ങള് മിശ്രം എന്ന വിഭാഗത്തിൽ വരുന്നതാണ്. ഈ 8 തന്ത്രങ്ങളിലും സവ്യമാർഗക്കാരും അപസവ്യമാർഗവുമുള്ള അനുഷ്ഠാനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഇവ രണ്ടും കൂടാതെ 64 തന്ത്രങ്ങളായിട്ട് വ്യാപിച്ചു കിടക്കുന്ന അനുഷ്ഠാനങ്ങളെ മൊത്തത്തിൽ കുറിക്കാനും കൗളം എന്നുള്ള പദമുണ്ട്. 64 തന്ത്രങ്ങളുടെ പേരുകൾ ചതുശതിയിൽ പറയുന്നുണ്ട്. കാരണം ഈ പറയുന്ന 64 നമുക്കിപ്പോ വിവരിക്കാൻ പറ്റില്ല, എങ്കിലും നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. 64 തന്ത്രങ്ങളുണ്ട്. ഈ തന്ത്രങ്ങളിൽ പലതും ഐഹിക സിദ്ധികൾ നേടാൻ ഉപയോഗിക്കുന്നതാണ്. ഐഹിക സിദ്ധികൾ നേടുമ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന പ്രശസ്തി, സിദ്ധി നേടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗർവവും കൊണ്ട് ജ്ഞാനികളായവർ പോലും ഭ്രമിച്ച് ഉപാസനാ ലക്ഷ്യം മറന്നു പോവാറുണ്ട്. അതുകൊണ്ട് ഇവയെ വേദബാഹ്യങ്ങളാണ്, വർജിക്കപ്പെടേണ്ടതാണെന്ന് ചില ആചാര്യന്മാർ പറയുന്നുണ്ട്. ഇപ്പൊ ചതുഷ്ട്യ തന്ത്രൈ സകല മതിസന്ധായ ഭുവനം എന്ന് സൗന്ദര്യലഹരിയിലെ 38ാമത്തെ ശ്ലോകത്തിൽ ഈ തന്ത്രങ്ങളെ കൊണ്ട് പശുപതി ലോകത്തെ വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പൊ കൗല തന്ത്രങ്ങളുടെ അനുഷ്ഠാനത്തിൽ നിന്നുണ്ടാകുന്ന സിദ്ധികള് ചില ഉപാസകന്മാരെ പരമലക്ഷ്യമായിരിക്കുന്ന ആ മോക്ഷത്തിൽ എത്തിക്കാതെ തടയുന്നത് കൊണ്ടാണ് പ്രപഞ്ചശക്തികളെ സ്വേച്ഛാവർത്തികളാക്കാൻ പോകുന്ന നിസ്സീമ ശക്തിയുള്ള സിദ്ധിവിശേഷങ്ങള് ഈ തന്ത്രങ്ങളുടെ അനുഷ്ഠാനം മൂലം ഉപാസകന് സിദ്ധിക്കുന്നു. ശക്തികൾ ദുരുപയോഗപ്പെടുത്തുന്നത് സാധകന് തക്ക ഗുരുവില്ലാത്തതിനാലോ ആവശ്യം വേണ്ട മനോനിയന്ത്രണം നേടാൻ കഴിയാത്തതോ കൊണ്ടാകാം. ഇപ്പൊ കൗളമാർഗ തത്പരന്മാര് സേവിക്കുന്നത് ഐഹിക സിദ്ധികളെ അല്ല, ദേവിയെ തന്നെയാണ് എന്ന് ഈ നാമം സൂചിപ്പിക്കുന്നു. കൗളമാർഗ തത്പര സേവിത. ഇപ്പൊ കുമാര ഗണദാന്താംബ തുഷ്ടി പുഷ്ടി മതിർധൃതി ശാന്തി സ്വസ്തിമതി കാന്തി നന്ദിനി വിഘ്നനാശിനി. കുമാര ഗണനാഥാംബ, കുമാരനും ഗണനാഥനും അമ്മയായിട്ടിരിക്കുന്നവൾ. കുമാരൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ, ഗണപതി എന്ന് പറഞ്ഞാൽ ഓംകാരം തന്നെയാണ്. രണ്ടിന്റെയും മാതൃസ്ഥാനം പരബ്രഹ്മമായിരിക്കുന്ന അമ്മയാണ് ഇല്ലേ. കുമാരൻ സുബ്രഹ്മണ്യനും ഗണനാഥനായിരിക്കുന്ന ഗണപതിക്കും അംബ, അതായത് അമ്മയായിട്ടിരിക്കുന്നവൾ. അപ്പോൾ ഇതനുസരിച്ച് എന്താ പറയാ, കുൽസിതമായ നിന്ദിക്കപ്പെടേണ്ട കാമവികാരങ്ങളെ ബന്ധിക്കുന്നവൾ എന്ന അർത്ഥമുണ്ട്. മനുഷ്യന്റെ ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സമുണ്ടാക്കുന്ന കാമജന്യങ്ങളായിരിക്കുന്ന വികാരങ്ങള്, കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണ സമുദ്ഭവ മഹാശനോ പാപ
ഭിത്തേന മിഹ വൈരിണം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഭഗവാൻ പറയുന്നു, ഇങ്ങനെയുള്ള കാമവികാരങ്ങളെ ബന്ധിച്ച് തന്റെ ഭക്തരെ മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്നവൾ. ഇപ്പൊ കുമാര ശബ്ദം കൊണ്ട് അഹങ്കാരത്തെ കുറിക്കുന്നുവെന്നും പറയുന്നുണ്ട്. ഇതിന് ആധാരമായിട്ടുള്ള എന്താ പറയാ, പുരുഷോ വിഷ്ണുമിത്യുക്ത ശിവോ വാ നാമത അവ്യക്തം തു ഉമാദേവി ശ്രീർവ പത്മനിഭേക്ഷണ തത് സംയോഗാത് അഹങ്കാരസ്യ സാച സേനാപതിർഗുഹ. അപ്പൊ പുരുഷ പ്രകൃതി സംയോഗം ആയിരിക്കുന്ന അഹങ്കാരത്തിൽ നിന്ന് ഗുഹൻ എന്നുള്ള നാമം, അതായത് അഹങ്കാര ഗണങ്ങളെ ബന്ധിക്കുന്നവൾ എന്ന് ഈ ഒരു അർത്ഥമെടുക്കാം. ഇപ്പൊ കുമാര ഗണനാഥാംബ, ഇപ്പൊ കുമാരന്റെയും ഗണപതിയുടെയും അമ്മയായിട്ടിരിക്കുന്നവൾ തുഷ്ടി. തുഷ്ടി എന്ന് പറഞ്ഞാൽ സന്തോഷം, ജീവികളിൽ കാണുന്ന പ്രസന്നതയുടെ അടിസ്ഥാനമായിട്ടിരിക്കുന്നവൾ തുഷ്ടി. തുഷ്ടി രൂപമായിട്ടിരിക്കുന്നത്. യാദേവി സർവഭൂതേഷു തുഷ്ടി രൂപേണ സംസ്ഥിത നമസ്തസ്യ 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 നമോ നമഃ അല്ലേ? ദേവി മഹാത്മ്യം 5-ാം അധ്യായം. ആഗ്രഹങ്ങൾ നിറവേറുന്നത് മൂലമുണ്ടാകുന്ന തൃപ്തി, അതിൽ നിന്ന് മനസ്സിനുണ്ടാകുന്ന പ്രസാദം, അതാണ് തുഷ്ടി. ആനന്ദം എന്ന് നമ്മൾ പൊതുവെ പറയാം അല്ലെ? സർവ്വജീവികളും അഭിലഷിക്കുന്ന സന്തോഷം, അത് ദേവീ രൂപമായതുകൊണ്ട് തുഷ്ടി എന്നുള്ള നാമം. ഷോഡശ മാതൃക്കളിൽ ഒരു മാതാവിന്റെ പേര് തുഷ്ടി എന്നാണ്. ആ മാതാവിന്റെ സ്വരൂപമായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ ദേവീ ക്ഷേത്രങ്ങളെ പറയുമ്പോൾ ആ ഒരു എന്താ പറയാ, ഓരോ ക്ഷേത്രത്തിലും പൂജിക്കപ്പെടുന്ന ദേവി മൂർത്തികളെ വിവരിക്കുന്നത് എന്താ പറയാ, ആ ഒരു തുഷ്ടി, പുഷ്ടി, ധൃതി എന്നൊക്കെയാണ്. അപ്പോ ആ ഒരു വസ്ത്രേശ്വരം എന്ന ക്ഷേത്രത്തിൽ പൂജിക്കുമ്പോൾ ദേവി എന്നർത്ഥം. കാരണം അവിടെ പൂജിക്കുന്ന ദേവിക്ക് തുഷ്ടി എന്നാണ് പേര്. അപ്പൊ അടുത്ത നാമം ഇതിന്റെ കൂടെ ചേർന്ന് വരണം, പുഷ്ടി അല്ലേ? ജീവജാലങ്ങളുടെ പോഷണ ശക്തിയായിട്ട് നിലകൊള്ളുന്നവൾ. ഇപ്പൊ ഉത്പന്നമായിരിക്കുന്ന എന്തിനും നാശമുണ്ട് ഇല്ലേ? ഇപ്പൊ ഉത്പന്നത്തിനും നാശത്തിനും ഇടയ്ക്ക് 2 തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ഒന്ന് വളർച്ച അഥവാ വൃദ്ധി, മറ്റൊന്ന് ക്ഷയം അല്ലെങ്കിൽ തളർച്ച. ഇപ്പൊ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ചൈതന്യത്തിന്റെ പ്രേരണ കൊണ്ട് വളർച്ചയും, ആ ചൈതന്യം കുറയുമ്പോൾ ക്ഷയവും ഉണ്ടാകുന്നു. ഇപ്പൊ അനാദിയായതിന് വളർച്ചയും ക്ഷയവും നാശവും ഇല്ല. ഇപ്പൊ സൃഷ്ടമായ എല്ലാത്തിനും പുഷ്ടി രൂപിണിയായിട്ട് സ്ഥിതി ചെയ്യുന്ന ചൈതന്യം, ദേവി തന്നെ ആയതുകൊണ്ട് ദേവിക്ക് പുഷ്ടി എന്ന നാമം. മനുഷ്യ സംബന്ധിയായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ വാക്ക്, ജ്ഞാനം, ശരീരം, ഇന്ദ്രിയം, ക്ഷേത്രം, ധനധാന്യങ്ങളെ, പ്രജ, പശു, ഗ്രാമം, ധർമ്മം, ഈ 10മാണ് പുഷ്ടി. ഈ രൂപങ്ങളിൽ പോഷിതയാകുന്നവൾ എന്നും അർത്ഥം എടുക്കാം. ഷോഡശ മാതൃക്കളിലെ ഒരു മാതാവിന് പുഷ്ടി എന്നാണ് പേര്. ആ ദേവിയുടെ ആ ഒരു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പോ ഈ എന്താ പറയാ, ഈ പറഞ്ഞ നാമങ്ങളെല്ലാം തന്നെ എന്താ പറയാ ഉദ്ധരിച്ച് പത്മപുരാണ വാക്യപ്രകാരം ആ ഒരു ദേവദാരു വനക്ഷേത്രവാസിനിയായിരിക്കുന്ന ദേവിക്ക് പുഷ്ടി എന്നാണ് പേര്. അപ്പൊ ആ ദേവിയുടെ മൂർത്തിയിൽ ഇരിക്കുന്നതെന്നും അർത്ഥം എടുക്കാം. അടുത്ത നാമം മതി. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി, പ്രത്യേകിച്ച് ശാസ്ത്രത്തിൽ താല്പര്യമുള്ള അല്ലെ, ശാസ്ത്രം പഠിക്കുന്നതിലുള്ള ആ ഒരു ബുദ്ധി, അതിനെയാണ് മതി എന്ന് പറയുന്നത്. മനസ്സ്, ഇച്ഛാശക്തി എന്നീ അർത്ഥത്തിലും നമുക്കത് പ്രയോഗിക്കാം. ബുദ്ധി രൂപിണിയായിരിക്കുന്ന ദേവി, ആ ദേവിക്കാണ് മതി എന്നുള്ള നാമം. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി തന്നെയാണ്. ജീവജാലങ്ങളിലെ ബുദ്ധിക്ക് ആധാരമായിട്ടിരിക്കുന്നവൾ. ധൃതി എന്ന് പറഞ്ഞാലോ ധൈര്യം. ഇപ്പൊ ജീവജാലങ്ങളിലെ ധൈര്യത്തിന് ആധാരമായിട്ടിരിക്കുന്നവൾ. ശാന്തി എന്ന് പറഞ്ഞാൽ ഒന്നിനെ സൃഷ്ടിച്ച സമയത്തെ അവസ്ഥയാണ് ശാന്തി. ഇപ്പൊ ആദിമവും ശുദ്ധവുമായിരിക്കുന്ന അവസ്ഥ, അതിനെ നിലനിർത്തുന്നവൾ. സ്വസ്തിമതി. സ്വസ്തി എന്ന് പറഞ്ഞാൽ മംഗളം, ശുഭം, പുണ്യം, അനുഗ്രഹം എന്നൊക്കെ എടുക്കാം. അപ്പൊ സ്വസ്തി ഇതെല്ലാം നൽകുന്നവൾ സ്വസ്തിമതി. കാന്തി, ജീവജാലങ്ങളിലെ കാന്തിക്ക് ആധാരമായിരിക്കുന്നവൾ. നന്ദിനി എന്ന് പറഞ്ഞാലോ ജീവജാലങ്ങളെ ആനന്ദിപ്പിക്കുന്നവൾ. വിഘ്നനാശിനി, വിഘ്നങ്ങളെ നശിപ്പിക്കുന്നവൾ. ഇതെല്ലാം തന്നെ ചേർന്ന് വരുന്ന നാമാണ്. ധൃതി എന്ന് പറഞ്ഞാൽ ധൈര്യം, മനസ്സിന്റെ അചഞ്ചലത്വം, ധൃതി അല്ലെ? ധൈര്യം ദേവീ സ്വരൂപമാണ്. ഇപ്പൊ ഷോഡശ മാതൃക്കളിൽ ഒരു മാതാവിന് ധൃതി എന്നാണ് പേര്, മാതാവിന്റെ രൂപമായിട്ടിരിക്കുന്നവൾ അല്ലെ? അപ്പൊ തുഷ്ടി എന്ന നാമത്തില് ചില ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠയുണ്ട്. ശാന്തി എന്ന് പറഞ്ഞാൽ ഏറ്റക്കുറച്ചിലുകളില്ലാത്ത വികാരങ്ങൾക്ക്, ആ വികാരങ്ങൾക്ക് വശമതയാകാതെ നിസ്പന്ദവും സമതുലിത അവസ്ഥയിൽ ഇരിക്കുന്ന ശാന്തി. ഈ അവസ്ഥയിൽ മനസ്സ് പരബ്രഹ്മത്തിൽ തുല്യമായിട്ട് തീരുന്നു എന്ന് പറയുന്നു.
അപ്പൊ താപത്രയ വശഗതരായിട്ടുള്ള പ്രാണികൾക്ക് അപൂർവമായി ലഭിക്കാൻ ഇല്ലെങ്കിൽ പ്രാപിക്കാൻ കഴിയുന്ന അവസ്ഥ അല്ലേ. അപ്പൊ ആ ഒരു ചിദാനന്ദം ഇല്ലേ, ബ്രഹ്മാനന്ദം എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാം, ശാന്തി അവസ്ഥ, അത് ഋഷിമാര് ആ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ദേവി എന്ന് പറഞ്ഞാൽ എന്താ, ശാന്ത സ്വരൂപിണിയാണ് ഇല്ലേ, ശാന്ത്യാതീത കലാത്മിക എന്നൊക്കെ ദേവിക്ക് നാമമുണ്ട്. യാ ദേവി സർവഭൂതേഷു ശാന്തി രൂപേണ സംസ്ഥിത നമസ്തസ്യേ നമസ്തസ്യേ നമോ നമ. ദേവി മഹാത്മ്യം 5-ാം അധ്യായത്തിൽ ഇങ്ങനെയും പറയുന്നുണ്ട്. അപ്പൊ സ്വസ്തിമതിയായിട്ടിരിക്കുന്ന ദേവിയാണ്. കാരണം സ്വസ്തിമതി, കാരണം ഈ സ്വസ്തി എന്ന പദത്തിന് ആശിസ്, ക്ഷേമം, പാപമില്ലായ്മ, പുണ്യം, മംഗളം എന്നെല്ലാം അർത്ഥമുണ്ട്. ക്ഷേമദായിനി അല്ലെ, പാപമില്ലാതാക്കുന്നവൾ, പുണ്യരൂപിണി, മംഗളസ്വരൂപിണി എന്നിങ്ങനെയൊക്കെ നമുക്ക് ഈ നാമത്തിന് വ്യാഖ്യാനമുണ്ട്. അപ്പോ നാശമില്ലാത്തവൾ, അപ്പൊ സ്വസ്തിത്വ വിനാശി നാമേ, അപ്പൊ നാശമില്ലാത്തവൾ എന്ന് എടുക്കണം, സ്ഥിരമായിട്ടുള്ളവൾ അല്ലെ. കാന്തി, അന്യർക്ക് ആഗ്രഹം തോന്നുന്ന ശോഭ, അതിശയത്തിനെയാണ് നമ്മൾ കാന്തി അല്ലെങ്കിൽ സൗന്ദര്യം, പ്രകാശ കിരണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ കാമവികാരം കൊണ്ട് സ്ത്രീകൾക്കുണ്ടാകുന്ന സൗന്ദര്യ വർധന എന്ന അർത്ഥത്തിലും ഈ പ്രയോഗം എടുക്കാം. ഈ അർത്ഥത്തിൽ ആദ്യം പറഞ്ഞ അർത്ഥവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണുണ്ട്. അപ്പൊ ഇച്ഛ എന്നും കാന്തിക്ക് അർത്ഥമുണ്ട്. ഇപ്പൊ കാന്തി ശബ്ദേന ഇച്ഛാശക്തി ഉച്ചത എന്ന് സൗഭാഗ്യ ഭാസ്കരത്തിൽ പറയുന്നുണ്ട്. ഈ പക്ഷത്തില് ഇച്ഛാശക്തി സ്വരൂപിണി എന്നും നമുക്ക് അർത്ഥം എടുക്കാം. ഇപ്പൊ ചന്ദ്രന്റെ കലകളിൽ ഒന്നിന് കാന്തി എന്നാണ് പേര്. ചന്ദ്രന്റെ ഭാര്യമാരിൽ ഒരുവളായിട്ടും വിവരിച്ചു കാണുന്നുണ്ട്. രണ്ടർത്ഥത്തിലും ആ രൂപം ധരിച്ചവളെന്നും ഈ നാമത്തിന് അർത്ഥം എടുക്കാം. പിന്നെ കാവ്യഗുണങ്ങളിൽ ഒന്നിന് കാന്തി എന്ന് പേരുണ്ട്. ആ ഒരു ഉജ്ജ്വലങ്ങളായിരിക്കുന്ന പദങ്ങള്, രസദീപ്തി എന്നിവ ലക്ഷണമാണ്. എല്ലാ കലകളിലും സൗന്ദര്യാംശം ദേവീ രൂപമായതുകൊണ്ട് ആ അർത്ഥത്തിലും കാന്തി എന്നെടുക്കാം. നന്ദിനി എന്ന് പറഞ്ഞാല് നന്ദിപ്പിക്കുന്നവൾ അല്ലെ, സന്തോഷിപ്പിക്കുന്നവൾ. ആനന്ദ സ്വരൂപിണിയായ ദേവിയിൽ നിന്നാണ് സർവ്വ പ്രാണികൾക്ക് ആനന്ദം സിദ്ധിക്കുന്നതെന്ന് അർത്ഥം. ഇപ്പൊ ഭക്തജനങ്ങൾക്ക് ആനന്ദം നൽകുന്നവൾ അല്ലെ. കാമധേനുവിന്റെ പുത്രിയായ ഒരു പശുവിന്റെ പേരാണ് നന്ദിനി അല്ലെ. കാമധേനുവിനെ പോലെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്നത്. കാമധേനുവിനെ പോലെ നന്ദിനിയും ദേവീ സ്വരൂപമായതുകൊണ്ട് ഈ നാമം ദേവിയാണ് കുറിക്കുന്നത്. ഇപ്പൊ ഗംഗാദേവിക്ക് നന്ദിനി എന്നുള്ള പേരുണ്ട്. സകല പ്രാണികളുടെയും പാപം കഴുകിക്കളയുന്ന ഗംഗാദേവി, ഗംഗാ നദി, അത് ആ ഒരു ശരിക്കും പറഞ്ഞ ദേവി ചൈതന്യം തന്നെയാണ്. അപ്പോ നന്ദിനി എന്ന പദത്തിന് തുളസി എന്നും അർത്ഥമുണ്ട്. സർവ പാപഘ്നമായിരിക്കുന്ന തുളസി ദേവി തന്നെയാണത്. അപ്പൊ നന്ദഗോപന്റെയും യശോദയുടെയും പുത്രിയായി കാത്യായനി രൂപത്തിൽ ദേവി അവതരിച്ച കഥ ഭാഗവതത്തിൽ പ്രസിദ്ധാണ് അല്ലെ. ഈ ദേവിയുടെ പേരും നന്ദിനി എന്നാണ്. ഈ നന്ദിനി ആയിരിക്കുന്ന അമ്മ തന്നെയാണ് വിഘ്നനാശിനി, വിഘ്നങ്ങളെ നശിപ്പിക്കുന്നവളാണ്. ധർമാർത്ഥ കാമ മോക്ഷങ്ങളായിരിക്കുന്ന പുരുഷാർത്ഥങ്ങൾ നേടുന്നതിനുള്ള പരിശ്രമത്തില് ജീവികൾക്ക് പല വിഘ്നങ്ങളും നേരിടും. അവയെല്ലാം നശിപ്പിച്ച് ഭക്തന്മാരെ പുരുഷാർത്ഥ പ്രാപ്തിക്ക് നയിക്കുന്നവൾ, വിഘ്നങ്ങളെ നശിപ്പിക്കുന്നവൾ അല്ലെ. അപ്പൊ തേജോവതി, തേജസ്സോട് കൂടി, ഇനിയുള്ള നാമങ്ങളെല്ലാം ഇത് ചേർന്ന് വരുന്നു. തേജോവതി, തൃനയന, ലോലാക്ഷി, കാമരൂപിണി, മാലിനി, ഹംസിനി മാതാ, മലയാചലവാസിനി. അപ്പൊ തേജോവതി, തേജസ്സിന് ആധാരമായിട്ടിരിക്കുന്നവൾ. തേജസ് പ്രപഞ്ചമാകെ വ്യാപിച്ച അഗ്നി അല്ലെങ്കിൽ പ്രാണോർജം. തൃനയന, 3 നയനത്തോട് കൂടിയവൾ. ത്രീ എന്ന് പറഞ്ഞാൽ 3. നയന, നയിക്കുന്നവൾ. ഭൂതം, ഭാവി, വർത്തമാനം എന്ന 3 കാലത്തിലെയും ജ്ഞാനം കൊണ്ട് സാധകനെ നയിക്കുന്നവൾ. ലോലാക്ഷി, കാമരൂപിണി. ലോല, അക്ഷി, കാമരൂപിണി. സുന്ദരിമാരിലെ ആഗ്രഹങ്ങൾക്ക് ആധാരമായിട്ടിരിക്കുന്നവൾ. ലോലാക്ഷി എന്ന് പറഞ്ഞാൽ സുന്ദരി അല്ലെ. മാലിനി, മാല അണിഞ്ഞവൾ. 51 അക്ഷരങ്ങളായിരിക്കുന്ന മാതൃകാക്ഷരങ്ങളെ മാലയായിട്ട് അണിഞ്ഞവൾ. ഹംസിനി, ഹംസന്മാർക്ക്, പരമഹംസ പദം പ്രാപിച്ചവർക്ക് ആശ്രയമായിട്ടിരിക്കുന്നവൾ. ഉദാഹരണത്തിന് നമ്മൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന് പറയാറുണ്ട് അല്ലെ. ദേവി ഉപാസകനാണ് അദ്ദേഹം. മാതാ, ജഗത്തിന് മുഴുവനും അമ്മയായിട്ടിരിക്കുന്നവൾ. മലയാചലവാസിനി, മലയ അചലവാസിനി. മലയം എന്ന് പറഞ്ഞാൽ ചന്ദനം, അചലം പർവ്വതം. മലയാചലം എന്ന ശക്തിപീഠത്തിൽ വസിക്കുന്നവൾ മലയാചല വാസിനി. അപ്പൊ നമുക്ക് വിഘ്നനാശിനി കഴിഞ്ഞ് തേജോവതി അല്ലെ, തേജസ്സോട് കൂടിയവൾ. തേജസ്സിന് പ്രകാശം, ഭംഗി എന്നൊക്കെ അർത്ഥമുണ്ട്. പ്രകാശവതി അല്ലെ എന്ന് നമുക്ക് വാച്യാർത്ഥം എടുക്കാം. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി
ഇത് മൂന്നിനെയും കുറിക്കാനും തേജസ് എന്നുള്ള പ്രയോഗമുണ്ട്. സൂര്യചന്ദ്രന്മാരും അഗ്നിയും ദേവിയെ വളരെ കാലം തപസ് ചെയ്ത് ദേവി പാദ നഖങ്ങളിൽ നിന്ന് പ്രസരിക്കുന്ന പ്രകാശത്തിന്റെ അല്പസ്ഫുരണങ്ങള് നേടിയത് കൊണ്ടാണ് തേജോരൂപമായിട്ടെന്ന് പുരാണങ്ങൾ പറയണു. ആദിത്യന്മാർക്ക് ആധാരഭൂതിയായിട്ടിരിക്കുന്ന ദേവി തേജോവതി. ഇപ്പൊ ബ്രഹ്മ തേജസ്, ക്ഷാത്ര തേജസ് തുടങ്ങിയ പല പ്രയോഗങ്ങളും തേജസ്സിന് പ്രഭാവം എന്നും അർത്ഥമുണ്ട്. ഏതെങ്കിലും ഒന്നിന് പ്രഭാവം ഉണ്ടെങ്കിൽ ആ പ്രഭാവത്തിന്റെ ഉറവിടം ആരാണ്? അമ്മയാണ്, അല്ലെ, ദേവിയാണ്. അതുകൊണ്ട് ആ പ്രഭാവത്തോട് കൂടിയവൾ എന്ന അർത്ഥത്തിൽ ദേവി തേജോവതി. ബലം, സ്വർണം, രേതസ്, അഗ്നിജ്വാല, ചൂട്, മജ്ജ എന്നീ അർത്ഥത്തിൽ തേജസ്സിനുണ്ട്. ഈ അർത്ഥങ്ങളിലും തേജോവതി എന്ന് ഉള്ള പദം ദേവി പരമായിട്ട് തന്നെ വ്യാഖ്യാനിക്കണം. ഇപ്പൊ സത്വഗുണത്തിൽ നിന്നുണ്ടായ ആ ഒരു ലിംഗ ശരീരം, അതായത് സൂക്ഷ്മ ശരീരം എന്നും തേജസ്സിന് അർത്ഥമുണ്ട്. ഇപ്പൊ സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടുമുള്ള ശരീരങ്ങള് ദേവീ രൂപങ്ങളായതുകൊണ്ട് ആ അർത്ഥത്തിലും തേജോവതി. ത്രിനയന, 3 കണ്ണുകളോട് കൂടിയവൾ. ദേവിക്ക് 3 കണ്ണുകൾ, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവയാണ് പുരാണങ്ങൾ പറയണു, ഇല്ലേ? അല്ലയോ ഭഗവതി, സൗന്ദര്യലഹരിയിൽ പറയണു, അല്ലയോ ഭഗവതി, നിന്തിരുവടിയുടെ സൂര്യരൂപമായിരിക്കുന്ന വലത് കണ്ണ് പകലിനെ സൃഷ്ടിക്കുന്നു, ചന്ദ്രരൂപമായിരിക്കുന്ന ഇടത് കണ്ണ് രാത്രിയെ സൃഷ്ടിക്കുന്നു, കുറഞ്ഞൊന്ന് വിടർന്ന ചെന്താമരപ്പൂ പോലെ ശോഭിക്കുന്ന 3-ാം തൃക്കണ്ണ് അഗ്നിരൂപമാണ്, അല്ലെ, അത് സന്ധ്യാകാലത്തെ സൃഷ്ടിക്കണു എന്ന സൗന്ദര്യ ലഹരി ശ്ലോകം ദേവിയുടെ നേത്രങ്ങളെ കാലത്രയങ്ങൾക്ക് കാരണമാണെന്ന് പറയുകയാണ്. ഇപ്പൊ മന്ത്രപാരായണത്തിൽ ആവർത്തിച്ചു വരുന്ന ഔഷഡ് എന്ന ശബ്ദത്തിന് സാങ്കേതികമായിട്ട് ത്രിനയന എന്നുള്ള പേരുണ്ട്. ഔഷഡ് അത് മന്ത്രസ്വരൂപിണി എന്ന മന്ത്രാർത്ഥം. ഔഷഡ് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ അർത്ഥവും പ്രയോഗവും അത് നമ്മൾ ശരിക്കും ഗുരുവിൽ നിന്ന് അറിയേണ്ടതാണ്. അപ്പൊ നയനം എന്ന പദത്തിന് പ്രമാണം എന്നും അർത്ഥമുണ്ട്. പ്രത്യക്ഷം, അനുമാനം, ശാബ്ദം എന്ന് പ്രമാണം 3 വിധത്തിലാണ്. സ്വ അനുഭവമായത് പ്രത്യക്ഷം, മനനം കൊണ്ട് അറിയുന്നത് അനുമാനം, കേട്ടറിയുന്നത് ശബ്ദരൂപം. ഈ ത്രിവിധ പ്രമാണങ്ങളും തന്റെ രൂപമായതുകൊണ്ട് ഈ അർത്ഥത്തിൽ ദേവിയെ ത്രിനയന. ഇപ്പൊ ദക്ഷിണം, ഉത്തരം, ബ്രാഹ്മം എന്നീ 3 മാർഗങ്ങളിലൂടെ ആ ഒരു ജീവികളെ നയിക്കുന്നതെന്നും ഈ നാമത്തിന് അർത്ഥമുണ്ട്. ദക്ഷിണം, ഉത്തരം, അല്ലെ, ആ ഒരു ബ്രഹ്മായനം, ഈ പറഞ്ഞ ഈ വഴികളെല്ലാം തന്നെ ദേവിയുടെ നേത്രങ്ങളാണ് എന്ന് പറയുന്നു. ഇപ്പൊ ലോലാക്ഷി, കാമരൂപിണി, ലോലാക്ഷികളിൽ കാമരൂപിണിയായിട്ട് വർത്തിക്കുന്നവൾ. സ്ത്രീകൾക്ക് മന്മഥരൂപിണി ആയവളെന്ന് വിഗ്രഹിച്ച് കാണുന്നുണ്ട്. പക്ഷെ 1-ാം പക്ഷത്തിൽ ഗീതയിൽ ഭഗവാൻ പറയുന്നു ധർമ്മവിരുദ്ധമല്ലാത്ത കാമം എന്നാണ് പറയുന്നത്. അപ്പോ ആ മനുഷ്യരിലെ കാമം ദോഷമാണെങ്കിലും ധർമാനുസൃതമായിരിക്കുന്ന കാമം അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്, അല്ലെ? പ്രത്യേകിച്ച് ലോലാക്ഷികളിലെ കാമം അത് ധർമാനുസൃതമാണെങ്കിൽ അലങ്കാരവുമാണ് എന്ന് പറയുന്നു. ധർമാനുസൃതമായ കാമത്തിന്റെ രൂപത്തില് ലോലാക്ഷികളിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് നമുക്ക് ഈ നാമത്തിന് അർത്ഥം എടുക്കാം. പരാശക്തിയെ സേവിച്ചു നിൽക്കുന്ന 8 മാതാക്കളുണ്ട്. യോഗേശ്വരി, മാഹേശ്വരി, വൈഷ്ണവി, ബ്രഹ്മാണി, കല്യാണി, ഇന്ദ്രാണി, യമ, ദണ്ഡധര, വാരാഹി എന്നിവരാണ് അവര്. ഇവരെ ജീവചൈതന്യത്തെ ആവരണം ചെയ്ത് ആ ഒരു കാമാദി വികാരങ്ങളെ വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട്. കാരണം ഇത് വരാഹ പുരാണത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഈ ആശയത്തെ ആധാരമാക്കി കാമം എന്നത് ലോലാക്ഷി രൂപത്തെ, അതായത് സ്ത്രീ രൂപത്തെ ധരിച്ചവൾ എന്ന് നമുക്ക് അർത്ഥം എടുക്കാം. മാലിനി, മാലിനി എന്ന് പറഞ്ഞാൽ മാല അണിഞ്ഞവൾ, അക്ഷരമാല അണിഞ്ഞവൾ, അക്ഷരമാല രൂപിണിയായ ദേവി, അല്ലെ? മാലിനി എന്നുള്ള പദത്തിന് ആകാശഗംഗ എന്നും ഗംഗ എന്നും അർത്ഥമുണ്ട്. ഗംഗാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് ഈ പക്ഷത്തിൽ നമുക്ക് അർത്ഥം എടുക്കാം. സാഹിത്യശാസ്ത്രത്തിൽ പ്രസിദ്ധമായ ഒരു വൃത്തമാണ് മാലിനി. ആ വൃത്തവിശേഷത്തിന്റെ രൂപം ധരിച്ചവൾ. പാർവതി ദേവിയുടെ സഖിയായിരിക്കുന്ന ഒരു ദേവിക്ക് മാലിനി എന്ന് പേരുണ്ട്. ആ ദേവിയെ കുറിക്കുന്നു എന്നും നമുക്ക് എടുക്കാം. ഇപ്പൊ 7 വയസ്സുള്ള കന്യക എന്ന അർത്ഥം എടുക്കാം. 7 വയസ്സുള്ള കന്യകയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ മാലിനി. ഹംസിനി, മാലിനി, ഹംസിനി, മാത, മലയാചലവാസിനി, സുമുഖി, അല്ലെ? നളിനി, സുബ്രു. ഇപ്പൊ ഹംസിനി എന്ന് പറഞ്ഞാല് യതികളിൽ ഒരു വിഭാഗമാണ് ഹംസർ എന്ന് പറയുന്നത്. ഹംസ പദവിയിലെത്തിയ യതികളിൽ നിന്ന് ഭിന്നമല്ലാത്തവൾ, ഹംസന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നർത്ഥം. ഹംസം അരേനത്തെയാണ് പറയുന്നത്, അല്ലെ? അരേന്യങ്ങള് ദേവിയെ ചുറ്റി നിൽക്കുന്നത് കൊണ്ട് ഹംസിനി എന്ന് ദേവിയുടെ ഒരു രൂപം. ഇപ്പൊ സരസ്വതി ഹംസവാഹനയാണ്, അല്ലെ? ഹംസിനി എന്ന് പറയാറുണ്ട്. ഹംസ ശബ്ദത്തിന് ശരിക്കും ജീവാത്മാവ് എന്നാണ് അർത്ഥം.
ജീവാത്മ രൂപത്തിലെ പ്രാണികളിൽ കുടികൊള്ളുന്നവൾ. ഹംസം എന്നത് അജബ ഗായത്രി മന്ത്രത്തിന്റെ അധിഷ്ഠാന ദേവതയാണ് ഹംസിനി. ഹംസിനി മാത, അമ്മ. നമ്മൾ ഒന്നാമത്തെ നാമത്തില് ശ്രീയുക്തമായിട്ട് ഈ നാമ കാണണം അല്ലെ, ശ്രീമാത. ഇപ്പൊ നിത്യാദേവികളിലെ 10ാമത്തെ ദേവിക്ക് മാത എന്നും പേരുണ്ട്. ആ ദേവിയെ സ്തുതിക്കുന്ന മന്ത്രത്തെയാണ് ഈ നാമം ഉദ്ധരിക്കുന്നത്. കാരണം എല്ലാ മന്ത്രങ്ങൾക്കും മാതൃഭൂതയായിരിക്കുന്നവൾ എന്ന് മതം. മന്ത്രാണ മാതൃഭൂതാച മാതൃക പരമേശ്വരി. ഇപ്പൊ ലക്ഷ്മി ബീജത്തിന് മാത എന്നുള്ള പേരുണ്ട്. ആ രൂപം ധരിച്ചവൾ. അപ്പൊ ആ ഒരു എന്താ പറയാ, കായാവരോഹണ ക്ഷേത്രത്തില് ആരാധിക്കപ്പെടുന്ന ദേവി മൂർത്തിക്ക് മാത എന്നാണ് പേര്. ആ ദേവിയെ കുറിക്കുന്ന നാമെന്നും പറയാറുണ്ട്. അപ്പോ അമ്മ എന്നുള്ള സങ്കല്പം ഉപാസകർക്ക് ഉൾക്കൊള്ളാനും ആരാധിക്കാനും ഏറ്റവും സൗകര്യമായതുകൊണ്ട് ആ പദത്തിന്റെ അർത്ഥം തന്നെ നമുക്ക് ഇവിടെ സ്വീകരിക്കണം. ശ്രീ മാത്രേ നമഃ, മാത, അമ്മ അല്ലെ. മലയാജലവാസിനി, മലയാജലത്തിൽ വസിക്കുന്നവൾ അല്ലെ. മലയാള ഭഗവതി എന്ന് അണ്ണായുടെ തമിഴ് വ്യാഖ്യാനമുണ്ട്. കേരളത്തെ കടലിൽ നിന്ന് ഉദ്ധരിച്ച പരശുരാമൻ മലയപർവ്വതത്തിന്റെ താഴ്വാരത്തിലെ 108 ക്ഷേത്രങ്ങളിൽ ദേവിയെ പ്രതിഷ്ഠിച്ചുവെന്നും ദേവിയുടെ സംരക്ഷണം ഉള്ളതുകൊണ്ട് കടല് കേരളത്തെ ആക്രമിക്കാതെ സ്ഥിതി ചെയ്യുന്നു എന്നും ഐതിഹ്യമുണ്ട്. ദേവിക്ക് പൊതുവെ നമ്മൾ കേൾക്കാറുള്ള ഇതാണ് മലയാജലവാസിനി അല്ലെ, മലയ അജലത്തില് വസിക്കുന്നവൾ. കാരണം ദേവിക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലമായിട്ടാണ് അത് പറയുന്നത്. മലയാജലം അത് ശക്തിപീഠം കൂടെയാണ്. ആ ദേവി സുമുഖി, നളിനി, സുബ്രു, ശോഭന, സുരനായിക, കാളകണ്ഠി, കാതിമതി, ക്ഷോഭിണി, സൂക്ഷ്മരൂപിണി. അപ്പോ സുമുഖി, അപ്പൊ ജ്ഞാനികളും സാധകരുമായിരിക്കുന്ന വ്യക്തികളുടെ മുഖ ചൈതന്യത്തിന് ആധാരമായിട്ടുള്ളവൾ. നളിനി എന്ന് പറഞ്ഞാൽ നളിനം താമര, ഹൃദയമാകുന്ന താമരയിൽ വസിക്കുന്നവൾ. സുബ്രു, ശ്രേഷ്ഠമായിരിക്കുന്ന പുരികങ്ങളുള്ളവൾ. സു എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം, ഭ്രു എന്ന് പറഞ്ഞാൽ പുരികം. അപ്പൊ ശോഭന, എപ്പോഴും പ്രകാശ സ്വരൂപമായവൾ. ശോഭ എന്ന് പറഞ്ഞാൽ പ്രകാശം. സുര നായിക, സുരൻ എന്ന് പറഞ്ഞാൽ ദേവൻ, ദേവന്മാരുടെ അധീശ ആയവൾ. കാളകണ്ഠി, കാലകണ്ഠി, കാളം എന്ന് പറഞ്ഞാൽ കാളകൂട വിഷത്തെ കണ്ഠത്തിൽ ധരിച്ചവൾ. കാലവിഷം, ആകാശത്തു നിന്നും വരുന്ന ഹാനികരമായിരിക്കുന്ന രശ്മികളെയാണ് പറയുന്നത്. കാന്തിമതി, കാന്തിക്ക് ആധാരമായവൾ. അപ്പോ ഈ നാമങ്ങളെല്ലാം ഇതിന്റെ ചേർന്നത് വരുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കണ്ടത്. അപ്പോ മലയാജല വാസിനിയായിരിക്കുന്ന ദേവി, അതായത് മലയാജലത്തിൽ വസിക്കുന്നവൾ. ഇപ്പൊ സുമുഖി, സുന്ദരമായതും സാമുദ്രിക ശാസ്ത്ര വിധിപ്രകാരം ദോഷങ്ങൾ ഒന്നുമില്ലാത്ത മുഖം, സുമുഖം അല്ലെ, അതുള്ളവൾ സുമുഖി. ഇപ്പൊ ജ്ഞാനം മൂലം വർദ്ധിച്ച മുഖകാന്തി എന്ന് ഈ പദം കുറിക്കുന്നുണ്ട്. ഇപ്പൊ ഷോഡശി പൂജയിൽ ആരാധിക്കപ്പെടുന്ന ദേവിയുടെ പേര് സുമുഖി എന്നാണ്. ആ ദേവിയുടെ രൂപം ധരിച്ചവൾ. ഇപ്പൊ സംഗീത ശാസ്ത്ര പ്രസിദ്ധമായിരിക്കുന്ന ഒരു എന്താ പറയാ രാഗത്തിന് സുമുഖി എന്ന് പേരുണ്ട്. ആ രാഗത്തിന്റെ സ്വരൂപത്തിലിരിക്കുന്നവൾ നളിനി അല്ലെ. കയ്യ്, കാല്, കണ്ണ്, മുഖം തുടങ്ങി അവയവങ്ങളെ കമനീയമായും മൃദുത്വമായതുകൊണ്ട് താമരയോട് അമ്മയുടെ എല്ലാ ഭാഗങ്ങളും ഇല്ലേ, കയ്യ്, കാല്, മുഖം, കണ്ണുകള്, ഇങ്ങനെ താമരയോട് ഉപമിക്കാറുണ്ട് നമ്മള്. അപ്പൊ അതുകൊണ്ട് നളിനി എന്നുള്ള നാമം ദേവിയെ കുറിക്കാൻ തന്നെ ഉപയോഗിച്ചതാണെന്ന് നമുക്ക് പറയാം. അപ്പൊ നളിനി എന്ന പദത്തിന് ആകാശഗംഗ എന്ന അർത്ഥമുണ്ട്. സ്വർഗഗംഗയായിട്ട് രൂപം ധരിച്ചവൾ. നളൻ എന്ന രാജാവ് ദേവിയെ ഉപാസിച്ച് ദേവിയുമായിട്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ദേവിക്ക് നളിനി എന്നുള്ള പേരുണ്ടായി എന്നും പറയണുണ്ട്. സുബ്രു, അപ്പൊ അഴകുള്ള പുരികക്കൊടികളോട് കൂടിയവൾ അല്ലേ. അപ്പൊ ജഗത്വാസികളുടെ ഭയത്തെ നശിപ്പിക്കുന്നതിൽ തൽപരയായിട്ടുള്ള അല്ലയോ ദേവി ഉമേ, നിൻ തിരുവടിയുടെ അല്പം വളഞ്ഞ പുരികക്കൊടികൾ. ഇത് സൗന്ദര്യലഹരിയിലെ 47ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥമാണ്. ആ വളഞ്ഞ പുരികക്കൊടികള് വണ്ടുകളോട് സദൃശ്യമായിരിക്കുന്ന കണ്ണുകളാകുന്ന ഞാണോട് കൂടിയവയും കാമദേവന്റെ വലത് കൈയിൽ ധരിച്ചിരിക്കുന്ന നാസികാ ദണ്ഡ രൂപമായിരിക്കുന്ന ആ ഒരു പ്രകോഷ്ഠക മുഷ്ടിയാൽ മറയ്ക്കപ്പെട്ട മധ്യഭാഗത്തോട് കൂടിയതുമായ വില്ലാണെന്ന് ഞാൻ ശങ്കിക്കുന്നു. ഇത് സൗന്ദര്യലഹരിയില് ശങ്കരാചാര്യ സ്വാമികൾ ദേവിയുടെ പുരികങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. ഇപ്പൊ സുബ്രു എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിരിക്കുന്ന പുരികക്കൊടികളോട് കൂടിയവൾ. ശോഭന, സൗന്ദര്യ ആധിക്യം കൊണ്ട് ശോഭിക്കുന്നവൾ. ശോഭനൻ ശിവൻ അല്ലെ, ശിവനിൽ നിന്ന് അഭിന്നയായതുകൊണ്ട് ശോഭന. അപ്പൊ ഒരു ശുംഭം നൽകുന്നവളായതുകൊണ്ട് ശോഭന. മംഗളസ്വരൂപിണി, അലങ്കരിക്കപ്പെടുന്നവളെന്നും ഈ പദത്തിന് അർത്ഥം എടുക്കാം. പ്രപഞ്ചത്തിൽ സുന്ദരമായും ആകർഷകമായും ഉള്ളതെല്ലാം ദേവിയുടെ വിഭൂതികളാല്
അനേക കോടി ബ്രഹ്മാണ്ട മണ്ഡലങ്ങളാകുന്ന ആഭരണങ്ങൾ അണിഞ്ഞവൾ. ഇപ്പൊ ശോഭന എന്ന് പറഞ്ഞാൽ ജ്ഞാനം സ്വരൂപമായിട്ടിരിക്കുന്നവൾ, അല്ലെ? ആ ഒരു സദാചാര നിരത എന്നൊക്കെ അർത്ഥമുണ്ട്. തന്റെ ഭക്തർക്ക് ജ്ഞാനവും സദാചാര നിഷ്ഠയും നൽകുന്നവൾ സുരനായിക. ദേവന്മാർക്ക് നായികയായിട്ടിരിക്കുന്നവൾ ദേവന്മാരുടെ നായിക എന്ന് പറയുമ്പോൾ സർവ പ്രപഞ്ചത്തിനും നായിക എന്ന് നമുക്ക് അർത്ഥം എടുക്കാം. ആ ദേവി കാളകണ്ഠി. ഈ നാമത്തിന് കാളകണ്ഠി എന്ന് ശരിക്കും പറഞ്ഞ ആ ഒരു കാളകണ്ഠൻ എന്ന് പറയുന്ന ശിവന്റെ കറുത്ത നിറമുള്ള കണ്ഠമുള്ളവൻ, ശിവപത്നിയായിട്ടിരിക്കുന്നവൾ. ദേവി പുരാണത്തില് പ്രസ്തുത ശിവക്ഷേത്രങ്ങളുടെ കൂട്ടത്തില് ശരിക്കും പറഞ്ഞ കാലാഞ്ജരെ കാലകണ്ഠം എന്ന് സൂചിപ്പിക്കുന്ന ആ ഒരു കാലാഞ്ജന ക്ഷേത്രത്തിലെ അധിഷ്ഠാന ദേവത കാലകണ്ഠി. കാല എന്നുള്ള ശബ്ദത്തിന് മധുരം അല്ലെങ്കിൽ അസ്ഫുടമായിരിക്കുന്ന ശബ്ദം, ഇല്ലേ? കളം എന്ന അർത്ഥം കൽപ്പിച്ച് മധുരമായ ശബ്ദമുള്ളവളെന്നും വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട്. ഇപ്പൊ കാന്തിമതി, കാളകണ്ഠി കാന്തിമതി. അപ്പൊ കാന്തിക്ക് ആധാരമായിരിക്കുന്നവൾ, കാന്തി ഉള്ളവൾ, ഇല്ലേ? അഴകുള്ളവൾ. കാന്തി എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, പ്രത്യേകമായിരിക്കുന്ന ഒരു കാന്തി, പ്രകാശം, ഇല്ലേ? ഉള്ളവൾ. പൂർണ്ണമായിട്ടും ആ ഒരു എന്താ പറയാ, ഈ രണ്ട് നാമങ്ങളും തമ്മിൽ വളരെ അർത്ഥവ്യത്യാസം ഇല്ല കാന്തിമതി എന്നുള്ള നാമത്തെ. കാരണം ആ ഒരു കാളകണ്ഠി കാന്തിമതി. അപ്പൊ ദേവിക്ക് ആ ഒരു എന്താ പറയാ, ഈ പറഞ്ഞ നാമങ്ങളെല്ലാം ഒരേ കാര്യത്തെ തന്നെ വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. കാളകണ്ഠി കാന്തിമതി. അപ്പോ ഈ ഇങ്ങനെയുള്ള ഈ നാമങ്ങൾ, ഇനിയും ദേവിയുടെ നാമങ്ങൾ വരുന്നുണ്ട്. ക്ഷോഭിണി, കാരണം ഇവിടെ സൂക്ഷ്മരൂപിണി, വജ്രേശ്വരി, വാമദേവി, വയോവസ്ഥ വിവർജിത. അപ്പൊ കാന്തിമതി എന്ന് പറയുന്ന 465 നാമം, ഇല്ലേ? നമ്മളിപ്പോ അവിടെയാണ് എത്തി നിൽക്കുന്നത്. കാരണം അവിടെ നമ്മുടെ ഈ എന്താ പറയാ അധ്യായം അവസാനിക്കുകയാണ്. കാരണം 465 മുതല് കാന്തിമതി എന്ന് തുടങ്ങുന്ന നാമം മുതൽ 532 വരെ യോഗിനി ന്യാസം എന്ന് പറയുന്ന അധ്യായം 12 ആരംഭിക്കുകയാണ്. അപ്പൊ അധ്യായം 12 നമുക്ക് എന്താണെന്ന് കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത നാമങ്ങളിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോ എന്താ പറയുക, ഇത്രയും നാമങ്ങൾ നമ്മുടെ ഇതെല്ലാം തന്നെ ചേർന്ന് ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ എന്താ പറയുക പ്രത്യേകം വന്ദിച്ചുകൊണ്ട് എത്ര പറഞ്ഞാലും നിരതിശയമായിരിക്കുന്ന ആ സൗന്ദര്യ ലാവണ്യത്തെ വാഗ്ദേവതകൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ആ ഒരു ശ്രീവിദ്യാം ജഗതാം ധാത്രി സർഗസ്ഥിതി ലയേശ്വരി നമാമി ലളിത നിത്യം മഹാത്രിപുര സുന്ദരി. ശരിക്കും പറഞ്ഞാല് ദേവിയെ വീണ്ടും വീണ്ടും എത്ര നമസ്കരിച്ചാലും മതിയാവുന്നില്ല, എത്ര പുകഴ്ത്തിയിട്ടും വാഗ്ദേവതകൾക്ക് അവർക്ക് തീരുന്നില്ല. അതുകൊണ്ട് ഒരേ നാമങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പല അർത്ഥത്തില്, അല്ലേ, ദേവിയെ നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്. നമസ്തേ മഹാഘോര സംസാര വാരാനിധിക്ക് അക്കരെ കയറുവാൻ തൃപാദത്താരണ കപ്പലല്ലാതെ ഒരാലംബനം മറ്റെനിക്കില്ലമ്പേ കാരുണ്യരാശേ. നനയ്ക്കുന്നതെല്ലാം കൊടുക്കുന്ന തൃക്കണ്ണിണ തേൻ കടാക്ഷം ലഭിപ്പാനണഞ്ഞേൻ പദാംഭോജ വൈമുഖ്യം എന്നിൽ പിണഞ്ഞിടല്ല. നമസ്തേ നമസ്തേ നമസ്തേ. ദേവിയെ വീണ്ടും വീണ്ടും എന്താ പറയാ, അമ്മയ്ക്ക് നമസ്കാരം പറയുകയാണ്. കാരണം ഈ പാദങ്ങള് അമ്മയുടെ ങ്ങളല്ലാതെ ഇണക്കപ്പൽ, ആ രണ്ട് പാദങ്ങൾ ചേർന്ന കപ്പലല്ലാതെ ഒരു ആലംബനം എനിക്കില്ല അമ്മ. കാരുണ്യവാരുതേ. എല്ലാം നനയ്ക്കുന്നതെല്ലാം കൊടുക്കുന്ന ആ അമ്മയുടെ ആ തൃക്കണ്ണിന്റെ ഒരു നോട്ടം മതി, അല്ലേ? അത് കിട്ടാനാണ് അമ്മ ഞാൻ ഓടി വന്നിരിക്കുന്നത്. അണഞ്ഞേൻ പദാംബോജ വൈമുഖ്യം, ആ കാലുകളെ തരാൻ വൈമുഖ്യം എന്നടുത്ത് കാണിക്കല്ലേ അമ്മ. അതുകൊണ്ട് വീണ്ടും വീണ്ടും നമസ്തേ, അല്ലേ? കാരണം നമ്മുടെ ദുഃഖങ്ങളെല്ലാം എന്താ, പണം, പെണ്ണിലും മണ്ണിലും ചെന്ന് പൂക്ക, അവിശ്വസിച്ചാമോദം ഗുണം കെട്ട് ദുഃഖിച്ചു പോകാൻ അയക്കല്ലേ. അഹം ദേഹമെന്നോർത്ത് സത്വാദിയാം മുഗുണം കെട്ട് പെട്ട് ഒരു മായാവിലാസം ക്ഷീണം ലോകപ്രപഞ്ച പ്രവാഹം ക്ഷണജ്യോതിരാ ചന്ദ്രതാരം. നമസ്തേ ശിവാംബ നമസ്തേ നമസ്തേ. അന്ധകാലേച്ച മാമേവ സ്മരമുക്താ കളേബരം യാ പ്രയാതി സമദ്ഭാവം യാതി നാന്യസ്തവ സംശയ. ഇപ്പൊ എന്താ പറയാ, അമ്മ ഈ പറഞ്ഞ പുണ്യപാപങ്ങളോ ഒന്നുമില്ല. അമ്മയെ ഭജിക്കുന്നവർക്ക് എന്താ ഈ ശരിക്കും പറഞ്ഞാല് ആ ഒരു
ആ ഒരു പരോപകാരമേ പുണ്യം, പാപം പരപീഡനം എന്ന് പറഞ്ഞ പോലെ അമ്മയെ പ്രപഞ്ചത്തിൽ എല്ലാമായിട്ട് കാണുന്നവർക്ക് ഇവിടെ പുണ്യപാപങ്ങൾ ഒന്നുമില്ല, ഇല്ലേ? കാരണം നമ്മുടെ മനസ്സ് പണം, പെണ്ണ്, മണ്ണ് എന്നിൽ പോവാതെ, ആ ഗുണം കെട്ടു പോകാതെ, ത്രിഗുണങ്ങൾ നശിച്ചു പോകാതെ, അഹം ദേഹമെന്നോർത്ത് ആ ഒരു ഗുണങ്ങള് വിട്ട്, സത്വാദിയാം ഗുണത്തെ വിട്ട്, സത്വഗുണത്തെ വിട്ട് ഒന്നിലും പോകാതെ, അമ്മയല്ലാതെ എനിക്ക് വേറെ ആരും എന്നെ രക്ഷിക്കാനില്ല അമ്മ, നമസ്തേ ശിവാംബ നമസ്തേ. നമുക്കും ആ പാദപത്മങ്ങളിൽ അമ്മയെ നമസ്കരിക്കാം. അമ്മയല്ലാതെ നമ്മളെ രക്ഷിക്കാൻ ആരാണുള്ളത്, ഇല്ലേ? അമ്മയ്ക്കുള്ള അത്രയും ഉത്തരവാദിത്വം വേറെ ആർക്കും ഇല്ല. അത് പൊക്കിൾ കൊടി ബന്ധമാണ്, ഇല്ലേ? ആ അമ്മ നമ്മളെയും കരുണയോടുകൂടി കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്തിം ഭാഗ്യം യശജ്ഞാതിം വിദ്യാബുദ്ധിം ശ്രീയമ്പലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.